ഓക്കെ, നമുക്ക് 8 മണിയായി, നമുക്ക് തുടങ്ങാം. ഒരു പ്രാർത്ഥനയോട് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥ നാരദോ നഗ്നജിച്ചൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അവസാനത്തെ ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് പോസിറ്റീവ് എനർജി ടൂൾസ്, അനുകൂല ഊർജ ഉപകരണങ്ങൾ. അത് കുറേ എണ്ണം കഴിഞ്ഞു. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ്, ഇന്ന് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് എനർജി ടൂൾസിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ അവസാനമായിട്ട് എടുത്തത് സ്റ്റെയർ കേസ് എനർജൈസർ എടുക്കാനായിട്ട് നമ്മൾ തുടങ്ങിയതാണ്. വിൽ സ്റ്റാർട്ട് ഫ്രം സ്റ്റെയർ കേസ് എനർജൈസർ. സ്റ്റെയർ കേസ് എനർജൈസർ എന്ന് പറയുന്നത് പേര് കേൾക്കുന്നത് പോലെ തന്നെ സ്റ്റെയർ കേസിന്റെ ഊർജം വർദ്ധിപ്പിക്കുക, സ്റ്റെയർ കേസിന്റെ എനർജിയെ കൂട്ടുക, അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് ആക്കുക ആണ് സ്റ്റെയർ കേസ് എനർജൈസർ ചെയ്യുന്നത്. അത് എപ്പോഴെന്ന് വെച്ചാൽ, ശരിക്കും നമ്മൾ സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ മുകളിലോട്ട് കയറി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മുകളിലോട്ട് പോകണം. അതായത് വലതുവശത്തേക്ക് തിരിഞ്ഞ് മുകളിലോട്ട് കയറണം. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇടതോട്ട് തിരിയുന്ന സ്റ്റെയർ കേസുകൾ നല്ലതല്ല എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിൽ മുകളിലോട്ട് കയറുന്ന സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ ആ സ്റ്റെയർ കേസ് പൊളിച്ച് കളഞ്ഞ് വേറെ സ്റ്റെയർ കേസ് ചെയ്യുക, കറക്റ്റ് പ്രദക്ഷിണ ദിശയിൽ സ്റ്റെയർ കേസ് ചെയ്യുക. പക്ഷെ പറയാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം, ഒരു സ്റ്റെയർ കേസ് പൊളിച്ച് വേറെ സ്റ്റെയർ കേസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന സ്റ്റെയർ കേസിന്റെ മുകളിലെ ഓപ്പണിംഗ് ആയിരിക്കും. ആ രണ്ടാമത്തെ ഈ സ്റ്റെയർ കേസിൽ നിന്ന് കയറുന്ന ഭാഗത്ത് ഓപ്പണിംഗ് അവിടെ ആയിരിക്കും നമ്മൾ ഇത്. അപ്പോൾ അവിടെ വീണ്ടും നമുക്ക് കോൺക്രീറ്റ് റൂഫ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ പുതുതായിട്ട് സ്റ്റെയർ കേസിൽ നിന്ന് കയറുന്നിടത്ത് റൂഫ് പൊളിക്കേണ്ടി വരും. തറ ആ ഫസ്റ്റ് ഫ്ലോറിന്റെ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിന്റെ എത്രയായാലും തറ പൊളിക്കേണ്ടി വരും. അപ്പൊ നല്ലൊരു ഒന്ന് എക്സ്പെൻസീവ് ആയിട്ടും അതുപോലെ തന്നെ നല്ലൊരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് കറക്ഷൻ എന്ന് പറഞ്ഞാല് 2 പരിഹാരങ്ങളുണ്ട്. ഒന്ന് സ്റ്റെയർ കേസ് എനർജൈസർ, 2 അല്ലെങ്കിൽ പിന്നെ പ്രസന്റ് ചെയ്യാം. ഇപ്പോൾ പോസിറ്റീവ് എനർജി ടൂൾസ് 31-ാമത്തെയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്, സ്റ്റെയർ കേസ് എനർജൈസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം. പിന്നെ പുസ്തകത്തിൽ എല്ലാത്തിനെയും കാണുമ്പോൾ ഇനി ഓരോന്നായിട്ട് നോക്കാം, അല്ല എന്നാലും കൂടെ വരയ്ക്കാം. അതൊക്കെ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ഷേപ്പുള്ള ഇതിനകത്ത് ഈ മൂന്ന് പിരമിഡുകളാണ്.
സോറി, അത് മൂന്നല്ല, ഓരോന്നിൽ മൂന്ന് പിരമിഡാണ്. ഓരോന്നിലും 9 പിരമിഡ് ചെയ്യും. 9, 27 പിരമിഡ് ടോട്ടൽ വരും. ആ ചെറിയ സ്ക്വയർ പോലെ കാണിച്ചിരിക്കുന്നതല്ല, ഓരോ ചെറിയ പിരമിഡാണ്. അങ്ങനെ ഒരു സ്ക്വയറിനകത്ത് 9 പിരമിഡ്, അങ്ങനെ 3 27 പിരമിഡ് വരും. അപ്പൊ ഇത് ആ സ്റ്റെയർ കേസിന്റെ തെറ്റായ ഡയറക്ഷനിൽ കയറുന്ന, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിൽ കയറുന്ന സ്റ്റെയർ കേസിന്റെ അപ്രദക്ഷിണ ദിശയിലാകുമ്പോൾ നെഗറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുക. ആ നെഗറ്റീവ് എനർജിയെ ന്യൂട്രലൈസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി ടൂൾ, അതിന്റെ അനുകൂല ഊർജ ഉപകരണമാണ് സ്റ്റെയർ കേസ് എനർജൈസർ. അതിന്റെ ഷേപ്പ് ഏതാണ്ട് ഈ കാണിച്ചിരിക്കുന്ന വിധത്തിലാണ്. അപ്പൊ ഇത് ഫിക്സ് ചെയ്യേണ്ടത് ആ സ്റ്റെയർ കേസിന്റെ ഏറ്റവും താഴത്തെ 3 പടികൾ. ആ 3 പടികളിലെ ചവിട്ടുന്ന ഭാഗത്തല്ല, റൈസ് വരുന്ന ഭാഗത്ത്. ആദ്യത്തെ പടിയുടെ റൈസ്, രണ്ടാമത്തെ, മൂന്നാമത്തെ. ഇത് 6 എണ്ണം വേണം. ഒരു സ്റ്റെയർ കേസിന് ഇത് 6 എണ്ണം വേണം. അപ്പൊ ഏറ്റവും താഴത്തെ 3 പടിയിലും ഏറ്റവും മുകളിലത്തെ 3 പടിയിലും വേണം. ബോട്ടം മോസ്റ്റ് 3 സ്റ്റെപ്സ് ആൻഡ് ടോപ്പ് മോസ്റ്റ് 3. അതായത് ഓരോ നിലയിലും ഓരോ സ്റ്റെയർ കേസിനും ഇപ്പം 3 നിലയുണ്ടെങ്കിൽ ഒന്നാമത്തേന്ന് രണ്ടാമത്തിലോട്ട് കയറുന്ന സ്റ്റെയർ കേസും 2-ൽ നിന്ന് 3-ലോട്ട് കയറുന്ന സ്റ്റെയർ കേസിനും പ്രത്യേകം ഓരോന്നിനും 6 വീതം വേണം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റെയർ കേസിന് 6 എണ്ണമാണ് ഇത് വേണ്ടത്. അത് ഏറ്റവും താഴത്തെ 3 പടികളിൽ ഓരോന്ന്, ഏറ്റവും മുകളിലത്തെ 3 പടികളിൽ ഓരോന്ന്. അതാണ് സ്റ്റെയർ കേസ് എനർജി. 6 സ്റ്റെയർ കേസ് എനർജൈസ് വേണ്ടി വരും. ബാക്കിയുള്ള ഇപ്പോൾ ഒരു 15-16 പടിയുണ്ടെന്ന് ഇരിക്കട്ടെ, ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ കയറാൻ എത്ര 16 പടിക്ക് 6 എണ്ണത്തിൽ മതി ഇത്. ബാക്കി ഇപ്പോൾ ഒരു 10, 11, 12 സ്റ്റെപ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്തിട്ട് അതിലേക്ക് വരാം. ഇതിപ്പോ സ്റ്റെയർ കേസ് എനർജൈസർ ആണ്. ഈ പടം വരച്ച് കാണുന്നതായിരിക്കുന്നു. വരച്ചില്ലെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റെയർ കേസ് എനർജൈസർ. അപ്പൊ ഒരു സ്റ്റെയർ കേസിന് 6 എണ്ണം വേണം. റൈസിൽ അത് കാണിച്ചു തരാം. അല്ല, ഒരു സ്റ്റെയർ കേസിൽ ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ അത് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു സ്റ്റെയർ കേസിൽ 6 എണ്ണം. അടുത്ത 32ാമത്തത് സ്വസ്തിക് എനർജൈസർ. സ്വസ്തിക്കിന്റെ ഷേപ്പുള്ള പിരമിഡുകളൊക്കെ ഉള്ള ഒരു എനർജൈസറാണ്. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് സ്റ്റെയർ കേസിന്റെ പിന്നെ എനർജി കൂടുന്നതിന് തന്നെയാണ്. അത് റോങ് ഡയറക്ഷനിലുള്ള, അല്ലെങ്കിൽ പിന്നെ അപ്രദക്ഷിണ ദിശ, അല്ലെങ്കിൽ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷനിലുള്ള സ്റ്റെയർ കേസാണ്. നേരത്തെ നമ്മൾ സ്റ്റെയർ കേസ് എനർജൈസർ കണ്ടു. സ്റ്റെയർ കേസ് എനർജൈസർ ആകെ 6 എണ്ണം വേണം. താഴത്തെ 3 സ്റ്റെപ്പിലും ഏറ്റവും മുകളിലത്തെ 3 സ്റ്റെപ്പിലും. ബാക്കി ഇടയ്ക്കുള്ള സ്റ്റെപ്പുകളിലെല്ലാം ഈ സ്വസ്തിക് എനർജൈസർ വയ്ക്കണം. ഇതെല്ലാം റേസ് വരുന്ന ഭാഗത്താണ്, ആ പൊങ്ങുന്ന ഭാഗത്ത്. അപ്പം ഒരു 16 സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ താഴത്തെ 3 സ്റ്റെപ്പും മുകളിലത്തെ 3 സ്റ്റെപ്പും 6 എണ്ണത്തില് സ്റ്റെയർ കേസ് എനർജൈസറും ബാക്കി 10 എണ്ണമാണെങ്കിൽ 10 എണ്ണത്തില് സ്വസ്തിക് എനർജൈസറും വെക്കണം. അതിന്റെ പടം കൂടെ കാണിച്ചു തരാം. ഏതാണ്ട് മുകളിൽ കാണുന്ന ഒരു പേപ്പർ നോക്കണ്ട, താഴോട്ട് കാണുന്നതാണ് ആ കുറെ ചെറിയ പിരമിഡ് വരുന്നത്. സ്വസ്തിക്കിന്റെ ഷേപ്പാണ് എല്ലാം കൂടെ. ഇതാണ് സ്വസ്തിക് എനർജൈസർ. അപ്പൊ ഇതിന്റെ പടം വരയ്ക്കണം നിർബന്ധമില്ല. ഇത് നോക്കുക, സ്റ്റെയർ കേസ് എനർജൈസറിന്റെ ഒരു നോക്കുക. ഇതൊരു സ്റ്റെയർ കേസ് ആണ്. നമുക്ക് എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണാമല്ലോ? ഇവിടെ ഒരു സ്റ്റെയർ കേസ് കാണുന്നുണ്ട്. ആ സ്റ്റെയർ കേസ് ആന്റി ക്ലോക്ക് വൈസ് ആണ്. മുകളിലോട്ട് കയറി ഇടതോട്ട് തിരിഞ്ഞ് കയറുകയാണ്. ഇത് ശരിക്കും സ്റ്റെയർ കേസ് നല്ലതല്ല ഇങ്ങനെ കയറുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെയർ കേസ് എനർജൈസർ 6 എണ്ണം, ഏറ്റവും താഴത്തെ 3 അവിടെ കാണിക്കാം. ഒരെണ്ണം നീല നിറത്തിൽ കാണുന്നത് ആ ആദ്യത്തെ സ്റ്റെപ്പിന്റെ റേസ് വരുന്ന ഭാഗത്ത് ഒരെണ്ണം ഒട്ടിക്കുക. ഇത് ഒട്ടിക്കുകയാണ്. രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്. താഴത്തെ 3 സ്റ്റെപ്പിലും സ്റ്റെയർ കേസ് എനർജൈസർ. അതിന്റെ ഷേപ്പ് നേരത്തെ കണ്ടു. ഇത് വെറുതെ ഒരു റെക്ടാംഗിൾ പോലെ കാണിച്ചേക്കുന്നേ ഉള്ളൂ. ശരിക്കും നേരത്തെ കാണിച്ചാണ് അതിന്റെ ഷേപ്പ്. അപ്പൊ ഈ 3 എടുത്ത് സ്റ്റെയർ കേസ് എനർജൈസർ ഒട്ടിച്ചു വെക്കുക. ഇനി ഏറ്റവും മുകളിലത്തെ 3 പടിയിലും ഇതുപോലെ വെക്കണം. ഏറ്റവും താഴത്തെ 3 പടിയിലും ഏറ്റവും മുകളിലത്തെ 3 പടിയിലുമായിട്ട് 6 എണ്ണം മതി സ്റ്റെയർ കേസ് എനർജൈസർ ഒരു സ്റ്റെയർ കേസിന്. പിന്നെ അതിന് ഇടയ്ക്ക് വരുന്ന പടികൾ അവിടെയൊക്കെ സ്വസ്തിക് എനർജൈസർ. ഒന്ന് നോക്കുക. ഇത് 3 സ്റ്റെയർ കേസ് എനർജൈസർ ആണ്. അത് കഴിഞ്ഞ് 4ാമത്തെ പടി മുതൽ റൈസ് വരുന്നിടത്ത് സ്വസ്തിക് എനർജൈസർ. ചുവന്ന നിറത്തിൽ കാണുന്ന സ്വസ്തിക് എനർജൈസർ ആണ്. അത് നമ്മൾ നേരത്തെ എൻ്റെ ഇത് കണ്ടതാണ്. ചെറിയ പിരമിഡുകൾ റൈസ് വരുന്ന ഈ ചരിഞ്ഞ് മുകളിലോട്ട് പോകുന്നിടത്തും എല്ലാം ഇത് വേണം. ഏറ്റവും മുകളിലത്തെ 3 പടിയിൽ 2ാമത്തെ നിലയിലോട്ട് ചെന്ന് കയറുന്ന
അവസാനത്തെ 3 പടികളിലും സ്റ്റെയർ കേസ് എനർജൈസർ ആണ്. ഇടയ്ക്കുള്ള പടികളിലെല്ലാം സ്വസ്തിക് എനർജൈസർ. ഈ കാണുന്നല്ല സ്വസ്തിക് എനർജൈസർ. ഇതാണ് റോങ് ഡയറക്ഷനിൽ കയറുന്ന സ്റ്റെയർ കേസിനുള്ള 2 കറക്ഷൻസ്. ഒന്ന്, സ്റ്റെയർ കേസ് എനർജൈസർ 6 എണ്ണം സ്ഥാപിക്കുക, ഏറ്റവും താഴത്തെ 3 പടിയിലും ഏറ്റവും മുകളിലത്തെ 3 പടിയിലും. 2, സ്വസ്തിക് എനർജൈസർ ബാക്കിയുള്ള ഇടയ്ക്കുള്ള പടികളിലെല്ലാം സ്വസ്തിക് എനർജൈസർ സ്ഥാപിക്കുക. ഈ 2 ചെയ്ത് കഴിഞ്ഞ് സ്വസ്തിക് എനർജൈസറൊക്കെ സ്വസ്തിക്കിന്റെ ഷേപ്പ് എല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ ഇങ്ങനെ കുറെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ ടോട്ടൽ ഒരു എഫക്റ്റ് വന്നിട്ട് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷന്റെ എഫക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു തിയറി. അപ്പൊ ഇത് മനസ്സിലായി കാണുന്ന വിചാരിക്കുന്നു. സ്റ്റെയർ കേസ് എനർജൈസർ 6 എണ്ണവും ബാക്കി ഏറ്റവും താഴത്തെ 3 പടി ഏറ്റവും മുകളിലത്തെ 3 പടി ബാക്കി ഇടയ്ക്കുള്ള പടികളിലെല്ലാം സ്വസ്തിക് എനർജൈസർ സ്ഥാപിക്കണം. ഒരു മോർ ദാൻ 90% വരെ ഈ ദോഷം നമുക്ക് ഈ 2 കറക്ഷൻ കൊണ്ട് മാറ്റിയെടുക്കാം. അടുത്തത് സ്വസ്തിക് പിരമിഡ്. ഇതൊരു സ്വസ്തിക് ഷേപ്പിൽ വരുന്ന, അതിനകത്ത് കുറച്ച് പിരമിഡുകൾ വരുന്നതാണ്. ഇതിപ്പോ അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് പിരമിഡ് വെച്ച് സ്വസ്തിക് ഷേപ്പിലുള്ളതാണ്. ഇത് നമ്മള് സീലിംഗ് കിറ്റിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. അത് തെറ്റായ സ്ഥാനത്ത് മുറികൾ വരുന്നതിന് സീലിംഗ് കിറ്റ് വെക്കാന്ന് പറഞ്ഞു. അപ്പൊ സീലിംഗ് കിറ്റ് പോലെ തന്നെ, സീലിംഗ് കിറ്റ് അത്ര എഫക്റ്റീവ് എന്ന് പറയാൻ നോക്കില്ല, എന്നാലും സീലിംഗ് കിറ്റ് പെട്ടെന്ന് കിട്ടിയില്ല അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാം. അതായത് തെറ്റായ സ്ഥാനത്ത് മുറികൾ വരുമ്പോൾ, പ്രത്യേകിച്ച് പൂജാമുറിയൊക്കെ തെറ്റായ സ്ഥാനത്ത് വന്നാൽ ഇത് ഉപയോഗിക്കാം. അതേസമയം ടോയ്ലറ്റ് തെറ്റായ സ്ഥാനത്ത് വന്നാൽ സ്വസ്തിക് പിരമിഡ് ഉപയോഗിക്കാൻ പാടില്ല. ഈ സ്വസ്തിക് ഷേപ്പ് ടോയ്ലറ്റിനകത്തൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ടോയ്ലറ്റ് അല്ലാതെ മറ്റു മുറികൾ, സ്റ്റെയർ കേസ് റൂം, പൂജാമുറി, അതുപോലെ തന്നെ ഡൈനിങ് റൂം, ബെഡ്റൂം, ഇതൊക്കെ തെറ്റായ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വസ്തിക് പിരമിഡ് സ്ഥാപിക്കാം. ഇതും സീലിംഗ് കിറ്റ് വെക്കുന്നത് പോലെ 4 മൂലയിൽ, ഇതും സീലിംഗിലാണ് വെക്കുന്നത്. സ്വസ്തിക് പിരമിഡും വെക്കുന്ന സീലിംഗിലാണ്. സീലിംഗിൽ സ്ക്രൂ ചെയ്ത് വെക്കാം, കുറച്ച് പശ വരട്ടി ഒട്ടിക്കുകയും ചെയ്യാം. 4 മൂലയിൽ 4 എണ്ണം, നടുക്ക് 1 എണ്ണം. ഈ പിരമിഡിന്റെ ആ മൂർച്ചയുള്ള ഭാഗം താഴോട്ടിരിക്കണം. അങ്ങനെ താഴോട്ടിരിക്കത്തക്കോണം സീലിംഗിൽ ഇത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് 5 എണ്ണം വെക്കണം. 4 മൂലയ്ക്ക് 4 എണ്ണം, നടുക്ക് 1 എണ്ണം, എല്ലാം ഒരേ ഹൈറ്റ് വെക്കണം. അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തെറ്റായ സ്ഥാനത്ത് മുറികൾ വരുന്നതുകൊണ്ടുള്ള ദോഷം ഒരു നല്ല അളവ് വരെ ഇല്ലാതാക്കാം. പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്, പക്ഷെ കുറച്ച് കോസ്റ്റ്ലിയാണ്, ഇതിനല്പം കോസ്റ്റ് കുറവാണ്, കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് സീലിംഗ് കിറ്റാണ്. നമ്മൾ നേരത്തെ സീലിംഗ് കിറ്റിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടുത്തത് ക്രിസ്റ്റൽ പിരമിഡ്. ഇത് പലരും കണ്ടിട്ടുള്ളതായിരിക്കും. സാധാരണ മേശപ്പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ റൂമിന്റെ എനർജി വർദ്ധിപ്പിക്കാൻ. ഇതാണ് ക്രിസ്റ്റൽ പിരമിഡ്. ക്രിസ്റ്റൽ കൊണ്ടുള്ള ആ പിരമിഡ് ഷേപ്പിലുള്ള ഒരു ഇതാണ്. അത് മേശപ്പുറത്തോ എവിടെയെങ്കിലും വയ്ക്കാം. അപ്പൊ ഇതിന്റെ മുൻവശത്ത് എന്തെങ്കിലും ഒരു പ്രത്യേക അടയാളം കാണും, മുൻവശം ഏതാണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ മുൻവശം എപ്പോഴും വടക്ക് ദിശയിലേക്ക് വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ആ ഫ്രണ്ട് നോർത്ത് ഫേസിംഗ് ആയിട്ട് വെക്കുന്നതാണ് ക്രിസ്റ്റൽ പിരമിഡ് നല്ലത്. അത് നമ്മളുടെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന മേശപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് റൂമിന്റെ മേശപ്പുറത്തൊക്കെ എവിടെ വെച്ചാലും ആ ഏരിയയിൽ ഒന്ന് പോസിറ്റീവ് എനർജി ഒന്ന് കൂടുതലാക്കും. അപ്പം എനർജിയെ, നെഗറ്റീവ് എനർജി കൊണ്ട് അതിനെ കുറച്ച് പോസിറ്റീവ് എനർജി കൂട്ടാനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ക്രിസ്റ്റൽ പിരമിഡ്. അടുത്തത് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ്. നമ്മൾ നേരത്തെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മുറിയുടെ ഉൾച്ചുറ്റ്, ഉള്ളിലുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു മുറിയാണെങ്കിൽ ആ മുറിയുടെ ഭിത്തി, 4 വശമുള്ള ഭിത്തികളുടെ ഉള്ളിന്റെ അളവാണ് ഉൾച്ചുറ്റെന്നാണ് പറയുന്നത്. ഉള്ളിലെ അളവ് പരിശോധിച്ചിട്ട് അത് മോശമായ, അല്ലെങ്കിൽ എപ്പോഴും ഉത്തമമായിരിക്കുന്നതാണ് നല്ലത്. ഉത്തമം അല്ല എന്നുണ്ടെങ്കിൽ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് സ്ഥാപിച്ച് നമുക്കതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. 2 പിരമിഡാണ്, ഒരു മുറിക്ക് 2 പിരമിഡ് വേണം. അത് 2 ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു, പക്ഷേ ഇത് മറ്റേ അലമാരി സർക്കംഫറൻസ് കറക്ഷൻ ഏറ്റവും നല്ലത് അലമാരി ചെയ്യുന്നതാണ്. അലമാരി ചെയ്താൽ 100% സർക്കംഫറൻസിന്റെ ദോഷം മാറി കിട്ടും. പക്ഷെ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് സ്ഥാപിച്ചിട്ട് ഒരു 60, മാക്സിമം 60 to 70% അതിന്റെ കറക്ഷൻ വരുള്ളൂ. 60-70% കറക്ഷൻ വരില്ല. അതാണ് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ്. ഈ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡും നേരത്തെ കാണിച്ചതുപോലെ 91 പിരമിഡ് ചേരുന്നത് 3ആയിട്ട് ഇവിടെ പടം നോക്കട്ടെ. ഇത് 3 ഭാഗങ്ങളാണ് നമുക്ക് കാണാം താഴെ നോക്കുമ്പോൾ. അപ്പൊ ഇത് 3ഉം കൂടെ ചേർത്ത് ഒട്ടിച്ച് വെച്ച് ഒരു ഫിനിഷ് സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡായിട്ട് അത് വെച്ചിരിക്കുകയാണ്. ഇത് 3 ഭാഗങ്ങൾ. ശരിക്കും ഇതിനകത്ത് ഈ ഒരു പിരമിഡെ കാണാവുള്ളെങ്കിലും ശരിക്കും 91 പിരമിഡ് ചേരുന്നതാണിത്. അപ്പൊ അടുത്തത് വരുമ്പോൾ കാണാം. അപ്പൊ ഇവിടെ
പിന്നെ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ്, ഒരു മുറിക്ക് അതിന്റെ സർക്കംഫറൻസ് കറക്ഷൻ 2 പിരമിഡ് വേണം. അത് ഭിത്തിയിലെ കുറച്ച് ഫ്ലോർ ലെവലില്, ഫ്ലോറിന്റെ അതേ ലെവലിൽ ഭിത്തി കുറച്ചൊന്നും അകത്തോട്ടൊന്ന് കുറച്ച് കട്ട് ചെയ്തിട്ട് ഈ പിരമിഡ് ആ കട്ട് ചെയ്തതിനകത്തോട്ട് വെച്ചിട്ട് ചാർത്തിട്ടങ്ങ് പൂശാം. അപ്പൊ ഫേസ് ടു ഫേസ് ആയിട്ട് 2 വശത്തും വേണം. ഒരു പിരമിഡ് എതിരെയുള്ള പിരമിഡിനെയും അത് ഈ ആദ്യത്തെ പിരമിഡിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചിട്ട് വേണം ഇത് സ്ഥാപിക്കാൻ. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ 100% കറക്ഷൻ അല്ല ഇത്. 100% കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അലുമാരി ചെയ്ത് ചുറ്റിനെ കുറയ്ക്കുകയും ചെയ്യാം. ഉൾച്ചുറ്റ്, മുറിയുടെ ഉൾച്ചുറ്റിനെ കുറയ്ക്കുകയും ചെയ്യാം, കൂട്ടുകയും ചെയ്യാം. അലുമാരി ചെയ്ത് നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളതാണ്. പക്ഷെ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ മാത്രമേ ഉള്ളൂ, കൂട്ടാൻ പറ്റില്ല. അത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡൊക്കെ എങ്ങനെ വയ്ക്കണം, അതിന്റെ എനർജി ഫ്ലോ എല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാതിരിക്കുന്നത്. പിന്നെ ഇതാ 91 പിരമിഡുകൾ ചേർന്ന ഒരു പിരമിഡാണ് ഈ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് എന്ന് പറയുന്നതും. ആ സർക്കംഫറൻസ് കറക്ഷന് വേണ്ടി അതിനെ എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം പിന്നെ ഊർജ്ജവൽക്കരിച്ചിട്ടില്ലാത്ത പിരമിഡാണ് താഴെ പടം കാണും തോന്നുകൊണ്ട്. അപ്പൊ നമുക്ക് 91 പിരമിഡുകൾ ചേർന്ന ഊർജ്ജവൽക്കരിച്ചിട്ടില്ലാത്ത പിരമിഡാണ് നമുക്ക് ഷോപ്പ് വാങ്ങിക്കാൻ കിട്ടുന്നത്. അത് നമുക്ക് എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ എനർജൈസ് ചെയ്യണം, ഊർജ്ജവൽക്കരിക്കണം. അപ്പൊ സർക്കംഫറൻസ് കറക്ഷൻ പിരമിഡ് ആണെങ്കിൽ സർക്കംഫറൻസ് കറക്ഷന് വേണ്ടി അതിന് ഉതകുന്ന തരത്തിൽ നമ്മൾ ആ പിരമിഡിനെ എനർജൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഊർജ്ജവൽക്കരിക്കണം. അപ്പൊ ഇതാണ് ആ പിരമിഡ്. ഇത് എനർജൈസ് ചെയ്യാത്ത പിരമിഡാണ്. 3 ഭാഗങ്ങളായിട്ട് കാണിക്കാം. നേരത്തെ കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും താഴെ കാണുന്ന 81, 9, ഒരു ലൈനിൽ 9, മറ്റേത് 9, ചെറിയ പിരമിഡ്. 9, 81 പിരമിഡാണ്. രണ്ടാമത് കാണുന്നതിൽ 9 പിരമിഡ് ഉണ്ട്. അപ്പൊ 81, 9, 90, പിന്നെ അവസാനം ഒരു പിരമിഡ്. അങ്ങനെ 91 പിരമിഡ് ടോട്ടൽ വരും. ഇത് ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ആവശ്യത്തിന് വേണ്ടി. അതുപോലെ അതിന്റെ 2 വിധത്തിലുള്ള എനർജൈസേഷൻ ഉണ്ട്. ഒന്ന് ലൊക്കേഷൻ, എവിടെയാണോ ഉപയോഗിക്കുന്നത്, നമ്മൾ സൗത്ത് ഈസ്റ്റിലാണോ, സൗത്ത് വെസ്റ്റിലാണോ, നോർത്ത് വെസ്റ്റിലാണോ, അതിന് ഏത് ദിശയിലാണ് ഈ പിരമിഡ് ഉപയോഗിക്കാൻ പോകുന്നത് അതിനനുസരിച്ച് എനർജൈസ് ചെയ്യാം. അതുപോലെ എന്ത് പർപ്പസിന്, അത് ലൊക്കേഷൻ ഓറിയന്റഡ് ആൻഡ് പർപ്പസ് ഓറിയന്റഡ് എന്ന് പറയും. ലൊക്കേഷൻ ഓറിയന്റഡ് ആണെങ്കിൽ ഏത് ലൊക്കേഷനാണ്, അതായത് തെക്ക് പടിഞ്ഞാറാണോ, വടക്ക് പടിഞ്ഞാറാണോ, മധ്യം ബ്രഹ്മസ്ഥാനത്താണോ, എവിടെയാണ് ഈ പിരമിഡ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് പിരമിഡ് എനർജൈസ് ചെയ്യും. അതാണ് ലൊക്കേഷൻ ഓറിയന്റഡ്. പർപ്പസ് ഓറിയന്റഡ് ആണെങ്കിൽ എന്ത് പർപ്പസിന് വേണ്ടി, ഇപ്പം സർക്കംഫറൻസ് കറക്ഷൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതല്ല മിസ്സിംഗ് കോർണർ കറക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അതല്ല ഗേറ്റ് കറക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, അങ്ങനെ ഏത് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നോ ആ പർപ്പസിന് വേണ്ടി അതിനെ എനർജൈസ് ചെയ്യണം. 2 വിധത്തിൽ പിരമിഡ് എനർജൈസേഷൻ ഉണ്ട്. പിരമിഡ് എനർജൈസേഷന് പ്രത്യേക ഒരു ക്ലാസ് വയ്ക്കും, താല്പര്യമുള്ളവർക്ക് ചേരാം. അത് ഈ കോഴ്സിന്റെ ഇതല്ല, അല്ലാതെ ഒരു ക്ലാസ് ആണ്. അതിന്റെ ഡേറ്റും സ്ഥലവും എല്ലാം നിങ്ങളെ അറിയിക്കും. താല്പര്യമുള്ളവർക്ക് അത് ജോയിൻ ചെയ്യാം. അതിന്റെ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താല്പര്യം, എങ്ങനെയാണ് ഈ പിരമിഡ് എനർജൈസ് ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് ആയിട്ട് ഒരു 1 ഡേ കോഴ്സാണ്. രാവിലെ വൈകുന്നേരം കാണും. കംപ്ലീറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് നോട്ട് എഴുതി എടുത്ത് അത് നിങ്ങൾ തന്നെ സ്വയം ചെയ്യുകയും വേണം. പിരമിഡ് ഓരോരുത്തർക്കും പിരമിഡ് തരും. ആ പിരമിഡ് നിങ്ങൾ സ്വന്തമായിട്ട് എനർജൈസ് ചെയ്യണം. അങ്ങനെ 91 പിരമിഡുകൾ ചേർന്ന ഒരു പിരമിഡ്. ഇത് ഊർജ്ജവൽക്കരിച്ചിട്ടില്ലാത്ത പിരമിഡാണ്. ഇത് ഒരു ഒറ്റ പിരമിഡ് പോലെ ആക്കിയിട്ട് അതിന് പിന്നെ തുറക്കാം. എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പാടില്ല. അത് മേരു എന്ന് പറയുന്നതും പ്രത്യേക കുട്ടികളൊക്കെ പഠിക്കുന്നതിനും ഒക്കെ, കുട്ടികളുടെ സ്റ്റഡി ടേബിളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല പൊതുവെ ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് മേരു. അതിന്റെ ഷേപ്പ് ഏതാണ്ട് മേരു ശ്രീ യന്ത്ര എന്ന് ചില പുസ്തകങ്ങളിൽ കാണുന്നു. മേരു ശ്രീ യന്ത്ര ഏതാണ്ട് ഈ ഷേപ്പിലാണ് അത് വരുന്നത്. ഇതിങ്ങനെയാണ് തന്നെ. ഇതൊരു ഒരു പെർട്ടിക്കുലർ മാനുഫാക്ചറിന്റെ ഡിസൈൻ ആണെന്നേ ഉള്ളൂ. ഇതുപോലെ അല്ലാതെ പല ഷേപ്പുകളിലുണ്ട് ഈ മേരു. അപ്പൊ ഇത് മെറ്റൽ കൊണ്ട് ആണ് സാധാരണ ഉള്ളത്. ക്രിസ്റ്റൽ കൊണ്ടുള്ള മേരുവും ഉണ്ട്. സാധാരണ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത് മെറ്റൽ കൊണ്ടുള്ള മേരുവാണ്. അപ്പൊ ഇതാ ഇങ്ങനെ ഉള്ള ഷേപ്പുള്ള മേരുണ്ട്. ഇത് പഠിക്കുന്നതിന്, കുട്ടികൾക്ക് പഠിക്കുന്നതിനൊക്കെ കുറച്ച് നല്ലതാണ്. നമ്മൾ സ്റ്റഡി ടേബിളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതാണ് മേരു. അത് എഴുതി കാണുന്ന വിചാരിക്കുന്നു. പടമൊന്നും വരയ്ക്കാൻ നോക്കണ്ട. ഏൻഷ്യന്റ് ഊർജ യന്ത്ര. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ളതെന്നാണ്. ഇതൊരു പിരമിഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്റ്റൽ പിരമിഡാണ്. ഈ ക്രിസ്റ്റൽ പിരമിഡിനകത്ത് പല ഈ പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള നമുക്കറിയാം പിന്നെ സ്റ്റോൺസ്, ഈ ബോത്ത് കോസ്റ്റ്ലി ആയിട്ടുള്ള അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ക്രിസ്റ്റൽസ് അതിനകത്ത് കാണും. ക്രിസ്റ്റൽസ് അതുപോലെ സ്റ്റോൺസ് കാണും. ആ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ട് അത് പ്രത്യേകിച്ചും എന്തെങ്കിലും എനർജി കുറവുള്ള റൂമിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ എനർജൈസ് ചെയ്യും.
അതിൻ്റെ ഒരു പടവും കാണണം. രത്നങ്ങൾ കൊണ്ട് നിറച്ചിട്ടുള്ള ക്രിസ്റ്റൽ പിരമിഡാണ്. ക്രിസ്റ്റൽ പിരമിഡാണ്. അതിനകത്ത് പല വിധത്തിലുള്ള രത്നങ്ങൾ കാണും. ചില പിരമിഡിനകത്ത് ഏതെങ്കിലും ഒരു ടൈപ്പ് രത്നം കാണും. ചില പിരമിഡിനകത്ത് ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് രത്നാസ് കാണും. പ്രതികൂല ഊർജത്തെ അനുകൂല ഊർജമാക്കി മാറ്റുന്ന ശക്തിമത്തായ പിരമിഡാണ്. കുറച്ച് വിലയും കൂടാണ് ഈ ഏൻഷ്യന്റ് ഊർജ പിരമിഡ്. ഏൻഷ്യന്റ് ഊർജ യന്ത്ര എന്ന് പറയും, ചില ഏൻഷ്യന്റ് ഊർജ പിരമിഡ് എന്നും പറയും. അതിന്റെ പടം ഇതാണ്. അതിനകത്ത് നിറത്തിൽ കാണുന്നതൊക്കെ കോസ്റ്റ്ലി ആയിട്ടുള്ള രത്നങ്ങളൊക്കെയാണ്. അത് മുകളിൽ നിന്ന് നോക്കുക, താഴോട്ട് ആരോ ഏറ്റവും മുകളിൽ നിന്ന് അത് നെഗറ്റീവ്, ആ മുറിക്കകത്തുള്ള നെഗറ്റീവ് എനർജി അതിനെ താഴോട്ട് വലിച്ചെടുക്കുകയാണ്. എന്നിട്ട് താഴെ നിന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് പോസിറ്റീവ് എനർജി ആക്കി വെളിയിലേക്ക് വിടും. താഴെ എഴുതിക്കൊണ്ട് പോസിറ്റീവ് പ്രാണ എനർജി ഫ്ലോ, താഴെ എഴുതിക്കൊണ്ട് മുകളിൽ നെഗറ്റീവ് പ്രാണ എനർജി ഫ്ലോ. ഏൻഷ്യൻ ഊർജ യന്ത്ര എന്നാണ് ഇതിന് പറയാറുള്ളത്. ഊർജ ഷോർട്ട് ഫോമിൽ ഊർജ പിരമിഡ് എന്നും പറയും. അതിന് മുമ്പിൽ ഒരു സർക്കിളായിട്ട് കണ്ടാൽ അത് മുൻവശം അറിയാൻ വേണ്ടിയാണ്. മുൻവശം എപ്പോഴും സാധാരണ വടക്ക് ദിശയിലേക്ക് നോക്കുന്ന വിധത്തിലാണ് ഇത് വയ്ക്കേണ്ടത്. ഇതാണ് ഏൻഷ്യൻ ഊർജ യന്ത്ര. അല്ലെങ്കിൽ പിന്നെ അതിന് ഊർജ പിരമിഡ് മാത്രം ചിലപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏൻഷ്യന്റ് ഊർജ യന്ത്ര. അടുത്ത വാസ്തു ഹെലിക്സ്. ഈ ഹെലിക്സ് എന്ന് പറയുന്നത് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ടൂളാണ്. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പ്, 3-4 വർഷം ആയിട്ടുള്ളൂ ഇത് നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ട്. അതിന് മുമ്പ് ഈ സാധനം ഇല്ലായിരുന്നു, വാസ്തു ഹെലിക്സ്. ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ 2 വിധത്തിലുള്ള പർപ്പസ് ഈ വാസ്തു ഹെലിക്സിനുണ്ട്. ഒന്ന്, ഷിഫ്റ്റ് എനർജി. ഒരു സ്ഥലത്തുള്ള എനർജിയെ വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ഈ വാസ്തു ഹെലിക്സ് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം, പടിഞ്ഞാറിന്റെ മധ്യത്തും തെക്കിന്റെ മധ്യത്തും വടക്ക് പടിഞ്ഞാറും ഒക്കെ ടോയ്ലറ്റിന് വലിയ ദോഷമില്ലാന്ന് നമുക്കറിയാം. അതേസമയം വടക്ക് വശത്തോ കിഴക്ക് വശത്തോ ഒക്കെ ടോയ്ലറ്റ്, തെക്ക് കിഴക്ക് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ്, കന്നിമൂല ആ ഭാഗത്തൊക്കെ ടോയ്ലറ്റ് വന്ന ദോഷമാണെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ സപ്പോസ് ഒരു വീട്ടിലെ കന്നിമൂലയുടെ ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെന്നിരിക്കട്ടെ, ഏറ്റവും നല്ല അത് മാറ്റുക എന്നുള്ളതാണ്. ദോഷമില്ലാത്ത ഭാഗത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഒരു ടോയ്ലറ്റ് ഒക്കെ മാറ്റുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള ലേബറും അതിന്റെ കോസ്റ്റും ഒക്കെ നല്ലൊരു ചിലവ് വരും. അതിന്റെ പൈപ്പ് ലൈൻ മാറ്റണം, ടൈൽസ് മാറ്റണം, അങ്ങനെ ഒരുപാട് കുറെ പറയാൻ എളുപ്പമാണെങ്കിൽ നല്ലൊരു ജോലി അതിനകത്ത് വരും. പക്ഷെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഈ ടോയ്ലറ്റ് ഒക്കെ മാറ്റുന്നുണ്ട്. എന്നാൽ അങ്ങനെ ടോയ്ലറ്റ് മാറ്റാൻ പ്രയാസമുള്ളിടത്ത്, ഇപ്പൊ സപ്പോസ് കന്നിമൂലയിലാണ് ടോയ്ലറ്റ് വന്നേക്കുന്നത്. കന്നിമൂല ടോയ്ലറ്റ് നല്ലതല്ല. അപ്പൊ ടോയ്ലറ്റ് ആകാവുന്ന സ്ഥലം നോർത്ത് വെസ്റ്റ് വേണമെങ്കിൽ ടോയ്ലറ്റ് ആകാം. അപ്പൊ നോർത്ത് വെസ്റ്റിന്റെ എനർജി ഈ കന്നിമൂലയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെങ്കിൽ, അതായത് നോർത്ത് വെസ്റ്റിന്റെ നമുക്കറിയാം, നോർത്ത് വെസ്റ്റിന്റെ ആ എനർജി, ആ ഊർജത്തിനെ നമ്മുടെ കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെങ്കിൽ, സൗത്ത് വെസ്റ്റിലെ ടോയ്ലറ്റ് ഇരിക്കുന്ന സ്ഥലത്തിന് സൗത്ത് വെസ്റ്റിന്റെ എനർജി അല്ല, നോർത്ത് വെസ്റ്റിന്റെ എനർജി ആവും. നോർത്ത് വെസ്റ്റിന്റെ എനർജിക്ക് ടോയ്ലറ്റ് ആകാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ പൂജാമുറി നമുക്കറിയാം, വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും ആകാം, നോർത്ത് ഈസ്റ്റ് ആൻഡ് സൗത്ത് വെസ്റ്റ്. ആ ഈശാന്യ മൂലയിലും കന്നിമൂലയിലും പൂജാമുറി ആകാം. തെക്ക് കിഴക്ക് ഏറ്റവും ദോഷമാണ്, തെക്ക് കിഴക്ക് പൂജാമുറി വരും. അപ്പൊ അങ്ങനെ ദോഷമായ സ്ഥലത്ത് പൂജാമുറി വന്നാൽ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്, നോ ഡൗട്ട്. അത് മാറ്റി നല്ല സ്ഥലത്ത് പൂജാമുറി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. തെക്ക് കിഴക്കൊക്കെ പൂജാമുറി വരുന്നതിനേക്കാൾ നല്ലത് പൂജാമുറിയെ ഇല്ലാതിരിക്കുന്നതാണ്. പൂജാമുറി ഇല്ലെങ്കിൽ, കാരണം തെക്ക് കിഴക്ക് പൂജാമുറി വന്നത് ദോഷം കൂടിയാണ്. അപ്പൊ അങ്ങനെ തെറ്റായ സ്ഥലത്ത് പൂജാമുറി വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ സൗത്ത് ഈസ്റ്റ്, പൂജാമുറിക്ക് ഏറ്റവും മോശമായ സ്ഥലമാണ് അഗ്നിമൂല അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ്. അപ്പൊ സൗത്ത് ഈസ്റ്റിൽ ഒരു പൂജാമുറി ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ മാറ്റുന്നത് ഏറ്റവും നല്ലത്. പക്ഷെ മാറ്റാൻ എന്തെങ്കിലും അസൗകര്യം കൊണ്ട് പറ്റുന്നില്ല. നമുക്കറിയാം നോർത്ത് ഈസ്റ്റിൽ പൂജാമുറി ആകാം. അപ്പൊ നോർത്ത് ഈസ്റ്റിലെ എനർജിയെ ഷിഫ്റ്റ് ചെയ്ത് സൗത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവരാം ഈ വാസ്തു ഹെലിക്സ് ഉപയോഗിച്ച്. നോർത്ത് ഈസ്റ്റിലെ എനർജിയെ ഷിഫ്റ്റ് ചെയ്ത് സൗത്ത് ഈസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നോർത്ത് ഈസ്റ്റിന്റെ എനർജി സൗത്ത് ഈസ്റ്റിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നോർത്ത് ഈസ്റ്റിൽ നമുക്ക് പൂജാമുറി ആകാം. അപ്പൊ ഈ പൂജ 100% ഇല്ല, എന്നാലും നല്ലൊരു വ്യത്യാസം വരും, ദോഷത്തിന് വ്യത്യാസം വരും, നല്ല കുറവ് വരും. ഈ വാസ്തു ഹെലിക്സ് 3 വിധത്തിലുണ്ട്: ട്രയാങ്കുലാർ ഷേപ്പിലും, സർക്കുലാർ ഷേപ്പിലും, സ്ക്വയർ ഷേപ്പിലും. അത് ത്രികോണ ആകൃതിയിലും വൃത്താകൃതിയിലും സ്ക്വയർ, അതായത് സമചതുര ആകൃതിയിലും ഇതുണ്ട്. അത് ഓരോന്നും പഠിക്കാൻ എങ്ങനെയാ ഉപയോഗിക്കേണ്ടത് മനസ്സിലാക്കിയിരിക്കുകയും വേണം. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. ത്രികോണാകൃതിയിലുള്ള ഹെലിക്സ് എന്റെ പടം കാണിച്ചു തരാൻ പിന്നീട്. ആദ്യം എഴുതിക്കോളൂ, വാസ്തു ഹെലിക്സ്.
കാരണം വളരെ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി ടൂളാണ് വാസ്തു ഹെലിക്സ്. ബാക്കിയുള്ള പിന്നെ ഇതൊക്കെ ഒരു വലിയ വ്യത്യാസം, ഇത് എനർജിയെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഇപ്പൊ ത്രികോണാകൃതി, നമുക്കറിയാം ത്രികോണത്തിന്റെ ആകൃതി എന്ന് പറഞ്ഞാൽ ഫയറിന്റെ ഇതാണ് ത്രികോണം. പിന്നെ അപ്പൊ ഫെങ്ഷിയില് ഫയർ എലിമെന്റിന് ട്രയാങ്കുലർ ഷേപ്പാണ്. അപ്പൊ ഫയർ എലിമെന്റിനെ ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ സാധാരണ ഉപയോഗിക്കുന്നത് ഇപ്പം നമുക്കറിയാം തെക്കുവശത്തിന്റെ മധ്യത്തിലേക്കാണ് ഫയർ വരുന്നത്. ഇപ്പം ലോഷു സ്ക്വയർ പ്രകാരം, ലോഷു സ്ക്വയർ ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്, അതൊക്കെ അറിഞ്ഞിരിക്കണം. ലോഷു സ്ക്വയർ പ്രകാരം തെക്കിന്റെ മധ്യത്തിലാണ് ഫയറിന്റെ സ്ഥാനം. അതായത് പഞ്ചഭൂതങ്ങൾ ഭാരതീയത്തില്, നമ്മുടെ ഭാരതവാസിയാസിൽ പഞ്ചഭൂതങ്ങളാണ്. ചൈനീസ് ഫെങ്ഷിയിൽ പഞ്ചശക്തികൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പഞ്ചശക്തികളിൽ അഗ്നി അല്ലെങ്കിൽ ഫയറിന്റെ സ്ഥലം തെക്കാണ് ഫെങ്ഷി പ്രകാരം. അപ്പൊ ഈ തെക്കുവശത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ വേറൊരു ആ എനർജിയെ വേറൊരു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാന്. അപ്പൊ ഇത് തെക്കിന്റെ നമ്പർ നമുക്കറിയണം. അപ്പൊ ലോഷു സ്ക്വയറിൽ തെക്കിന്റെ നമ്പർ, പിന്നെ നമുക്ക് തെക്കിന് 9 നമ്പർ, തെക്കിന്റെ നമ്പർ. അപ്പൊ 9 ട്രയാങ്കുലർ ഹെലിക്സ് വേറെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എനർജിയെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് കുറച്ചൊരു ഇതായാലും ഉള്ളൂ. അഡ്വാൻസ് കോഴ്സ് അത് ക്ലിയർ ആയിട്ട് നമുക്ക് വലിച്ച് നിങ്ങൾ തന്നെ നോക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പൊ അതിൻ്റെ ഒരു ഐഡിയ മതി. കാരണം ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ടു ഷിഫ്റ്റ് എനർജി ഫ്രം വൺ പ്ലേസ് ടു അതർ പ്ലേസ്. ഇപ്പൊ നോക്കി തെക്ക് കിഴക്കും, നമുക്കറിയാം തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അടുക്കളയ്ക്ക് ആകാം. തെക്ക് കിഴക്ക് അടുക്കളയാകാം, തെക്ക് കഴിഞ്ഞാൽ അഗ്നിമൂല, വടക്ക് പടിഞ്ഞാറ് വായുമൂല അടുക്കളയാകാം. വേറെ ഏതെങ്കിലും സ്ഥലത്ത് അടുക്കള വന്നാലും നല്ലതല്ല. അപ്പൊ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ ആ തെക്ക് കിഴക്കിന്റെയോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറിന്റെ എനർജി ആ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ അടുക്കള അവിടുന്ന് മാറ്റാതെ അവിടെ തന്നെ അടുക്കള വെച്ചോണ്ട് ഈ തെക്ക് കിഴക്കിന്റെ എനർജിയിൽ നമുക്ക് അടുക്കള നല്ലതാണ്. അപ്പൊ തെക്ക് കിഴക്കിന്റെ എനർജിയെ ഷിഫ്റ്റ് ചെയ്ത്, അപ്പൊ അതിന് ത്രികോണാകൃതിയിലുള്ള ഇത് 4 എണ്ണം വേണം. എന്തുകൊണ്ട് 4 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം തെക്ക് കിഴക്ക് മൂല വുഡിന്റെ ഇതാണ്. ഈ ലോഷു സ്ക്വയർ വുഡാണ്, അത് നമ്പർ 4 ആണ്. അപ്പൊ അതുകൊണ്ടാണ് തെക്ക് കിഴക്ക് ഉള്ള 4 ത്രികോണാകൃതിയിലുള്ള ഹെലിക്സ് 4 എണ്ണമാണ് ഉപയോഗിക്കുന്നത്. അത് തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അല്ലാതെ മറ്റെവിടെങ്കിലും സ്ഥാനത്ത് അടുക്കള വന്നാൽ ആ അടുക്കള ഇത് സാധാരണ ഇന്ന് ഭിത്തിയിലാണ് ഒട്ടിച്ചു വെക്കുകയാണ്. ഭിത്തിയിലാണ് ഒട്ടിക്കേണ്ടത്. സീലിംഗിലോ തറയിലോ ഒന്നും അല്ല, ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കണം. അപ്പോൾ സാധാരണ കൊച്ചുകുട്ടികളൊക്കെ കയ്യെത്താത്ത കുറച്ച് പൊക്കി വെക്കണം. കാരണം ആ കൊച്ചുകുട്ടികളൊക്കെ ചിലപ്പോൾ ചരണ്ടിയൊക്കെ കളഞ്ഞു വരും ഒട്ടിച്ചു വെച്ചാലും. അപ്പൊ അതുകൊണ്ട് കൊച്ചുകുട്ടികൾ കയ്യെത്താത്ത കുറച്ച് പൊക്കത്തില് ഇതിപ്പോ 4 എണ്ണം, അത് 4 ഒരു റൂമിലാണ് വെക്കുന്നത്. റൂമിലോട്ട് കയറുന്ന കതകിന്റെ സമീപത്ത് വേണ്ടത് വെക്കാൻ. സമീപത്തുള്ള ഭിത്തിയിൽ അല്പം പൊക്കി 4 എണ്ണം ഒട്ടിച്ചു വെക്കണം. അപ്പൊ അത് തെക്ക് കിഴക്കും വടക്ക് പടിഞ്ഞാറും അല്ലാതെ മറ്റേത് സ്ഥാനത്ത് അടുക്കള വന്നാലും ഉപയോഗിക്കാം. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വേണം ഈ എഴുതിയത്. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ ഇത് ഇതിന്റെ ഷേപ്പാണ്, ത്രികോണാകൃതിയിലുണ്ട്. അതുപോലെ തന്നെ സമചതുരാകൃതി, സ്ക്വയർ ഷേപ്പ് ഉണ്ട്. സ്ക്വയർ നമുക്കറിയാം തെക്ക് പടിഞ്ഞാറിന്റെ ഇതാണ് സ്ക്വയർ. അതായത് തെക്ക് പടിഞ്ഞാറ് ഏറ്റവും നല്ലത് നമുക്കറിയാം മാസ്റ്റർ ബെഡ്റൂം. അപ്പൊ തെക്ക് പടിഞ്ഞാറ് അല്ലാതെ മറ്റെവിടെയെങ്കിലും മാസ്റ്റർ ബെഡ്റൂം വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മൾ പ്രധാന കിടക്ക പറയും മാസ്റ്റർ ബെഡ്റൂം തെക്ക് പടിഞ്ഞാറാണ് ഏറ്റവും നല്ല സ്ഥലത്ത്. തെക്ക് പടിഞ്ഞാറ് വന്നാൽ ഇറ്റ്സ് ഓക്കെ, പരിഹാരമൊന്നും വേണ്ട, നല്ലതാണ്. തെക്ക് പടിഞ്ഞാറ് അല്ലാതെ മറ്റെവിടെങ്കിലും നമ്മൾ മാസ്റ്റർ ബെഡ്റൂം വന്നാൽ ഈ സമയം, അപ്പൊ അത് തെക്ക് പടിഞ്ഞാറിന്റെ നമ്പർ 2 ആണ്. അത് പറഞ്ഞിരിക്കണം. തെക്ക് പടിഞ്ഞാറിന്റെ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിന്റെ നമ്പർ ലോഷു സ്ക്വയർ പ്രകാരം, ലോഷു സ്ക്വയർ നമ്മൾ പഠിച്ചാണ്, 2 ആണ് നമ്പർ. അപ്പൊ സമചതുരാകൃതിയിലുള്ള 2 ഹെലിക്സ് തെക്ക് പടിഞ്ഞാറ് അല്ലാത്ത ഒരു ബെഡ്റൂമിൽ, അത് ഡോറിന്റെ അടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ആ സൗത്ത് വെസ്റ്റിന്റെ എനർജി അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും തെറ്റായ ലൊക്കേഷനിലുള്ള അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റിൽ അല്ലാതെ വരുന്ന പിന്നെ മെയിൻ ബെഡ്റൂം അല്ലെങ്കിൽ പിന്നെ മാസ്റ്റർ ബെഡ്റൂമിന്റെ ആ എനർജിയെ മാറ്റിയെടുക്കുകയും ചെയ്യാം. ദോഷം കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ തെക്ക് പടിഞ്ഞാറ് അല്ലാതെ മറ്റേതെങ്കിലും ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം വന്നാൽ അതിന് സമചതുരാകൃതിയിലുള്ള 2 എണ്ണമാണ്. കാരണം തെക്ക് പടിഞ്ഞാറ് നമ്പർ 2 ആണ്. ഇനി അടുത്തത് അടുത്ത ഇനി വൃത്താകൃതിയിലുണ്ട്, റൗണ്ട് ഷേപ്പ്. വൃത്താകൃതി എന്ന് പറയുന്നത് നമുക്കറിയാം മെറ്റലിന്റെ സ്ഥലമാണ്. മെറ്റൽ നോർത്ത് വെസ്റ്റും മെറ്റലാണ്. നോർത്ത് വെസ്റ്റും വടക്ക് പടിഞ്ഞാറും മെറ്റലിന്റെ സ്ഥലമാണ്. അപ്പൊ ആ എനർജി നമുക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ 6 എണ്ണമാണ് വൃത്താകൃതി. നമുക്ക് 6 എണ്ണമാണ് അതിന് ആവശ്യം വരുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് അല്ലാതെ, അതായത് തെക്കിന്റെ മധ്യവും പടിഞ്ഞാറിന്റെ മധ്യവും വടക്ക് പടിഞ്ഞാറും അല്ലാതെ വേറെ എവിടെയെങ്കിലും ടോയ്ലറ്റ് വരുന്ന ഈ 3 ഭാഗത്തെ ടോയ്ലറ്റ് വരാവും. നമുക്കറിയാം തെക്കിന്റെ മധ്യം,
പടിഞ്ഞാറിന്റെ മധ്യം, വടക്ക് പടിഞ്ഞാറ്, ഈ 3 ഭാഗത്ത് ടോയ്ലറ്റ് വരാം. ഇതല്ലാതെ മറ്റെവിടെ ടോയ്ലറ്റ് വന്നാലും അവിടെ വൃത്താകൃതിയിലുള്ള വാസ്തു ഹെലിക്സ്, ഈ ഹെലിക്സ് അത് വയ്ക്കേണ്ടത് 6 എണ്ണമാണ്. അതായത് തെക്ക് പടിഞ്ഞാറിന്റെ വടക്ക് പടിഞ്ഞാറിന് നമ്പർ 6 ആണ്. അതുകൊണ്ട് 6 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ആ ദോഷം ഒരു നല്ല അളവ് വരെ കുറയ്ക്കാൻ പറ്റും. 6 എണ്ണം. അപ്പൊ ഇത് വാസ്തു ഹെലിക്സ് ആണ്. അതിന്റെ പടം ഇനി അടുത്താണെന്ന് കാണിച്ചു തരാം. ഇത് എഴുതിയെടുത്തല്ലോ എല്ലാവരും? എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ പടം കൂടെ കാണിച്ചു തരാം. അത് വരയ്ക്കണമെന്നില്ല. ഇത് ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിലെ ഹെലിക്സ്, മറ്റേ സർക്കുലർ ഹെലിക്സ്, മറ്റേ സ്ക്വയർ ഹെലിക്സ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഹെലിക്സ്. ഇതൊരു ഏതാണ്ട് അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒന്നാണ്, പക്ഷെ വളരെ ഹൈലി എഫക്റ്റീവ് ആണ്. എനർജി ഷിഫ്റ്റ് ചെയ്യാൻ വളരെ എഫക്റ്റീവ് ആണ്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ പോസിറ്റീവ് എനർജി ടൂൾസ് എന്ന് പറഞ്ഞ ലാസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. അപ്പം നമ്മുടെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ തീർന്നു കഴിഞ്ഞു. അപ്പൊ ഇനി 2 കാര്യങ്ങളാണ് ഉള്ളത് നമുക്ക്. ഒന്ന്, പ്രധാനപ്പെട്ട 1-2 പോർഷൻസ് റിവൈസ് ചെയ്യും. എല്ലാ ഈ പോസിറ്റീവ് എനർജി ടൂൾസ് അങ്ങനത്തെ ഒന്നും റിവൈസ് ചെയ്യില്ല. കണക്ക് വരുന്ന ഭാഗങ്ങളൊന്നും റിവൈസ് ചെയ്യും. അതായത് പിന്നെ ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം, ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യും. അതുപോലെ പരമാവധി ഒരു വസ്തുവില് അല്ലെങ്കിൽ ഒരു വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതി എങ്ങനെ കാണാം, ഉത്തമമായ നീളവും ഉത്തമമായ വീതി എങ്ങനെ കാണാം, അതുപോലെ തന്നെ സ്ഥാനം, വാസ്തുമണ്ഡലത്തിൽ വാസ്തുമണ്ഡലത്തിന്റെ വീടിന്റെ അളവ് കൊണ്ട് ഏത് ദിശയ്ക്ക് ഫേസ് ചെയ്യുന്ന വീടാണെന്ന് അറിയാമെങ്കിൽ അതിന്റെ സ്ഥാനം എങ്ങനെ കാണാം, ഇതൊക്കെ. അതുപോലെ തന്നെ ഡോറിന്റെ കതകിന്റെ ഒക്കെ അളവ്, ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് റിവൈസ് ചെയ്യും. അത് ഇന്നും മിക്കവാറും അടുത്ത ഒരു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റും. അങ്ങനെ തീർത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. സംശയം ഇല്ലെങ്കിൽ അതോട് നമ്മൾ റിവിഷൻ തീരും. അപ്പോൾ നിങ്ങൾ സംശയം വരണമെങ്കിൽ നോക്കുക, പഠിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ നോക്കി ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് സംശയം വരും, ആ സംശയങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ നമ്മൾ റിവിഷൻ ഇന്നലെ തുടങ്ങുകയാണ്. ഇനി നമുക്കൊരു 1.5 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂർ. അപ്പം പിന്നെ റിവിഷൻ ഇപ്പം തുടങ്ങുകയാണ്. അപ്പം നമ്മൾ തുടങ്ങുന്നത് ഇതാണ്, പിന്നെ ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം. ആ ഹെഡിങ് എഴുതിക്കൊള്ളൂ. റിവിഷൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം. സി എന്നുള്ളത് എഴുതണ്ട, ഇത് മാത്രം എഴുതിക്കോളൂ. ആയാദി ഷഡ്വർഗങ്ങൾ, ആയുസ്, പക്ഷാന്തരവയം, അതിന്റെ റിവിഷനാണ്. നമുക്കറിയാം ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി, ഇത് 6 ആയാദി ഷഡ്വർഗങ്ങൾ. അതുകൂടാതെ ആയുസ്സും പക്ഷാന്തരവയം. ഈ 8 കാര്യങ്ങളാണ് ഇപ്പൊ പ്രധാനമായിട്ട് ഒരു പുതിയ വീട് വെക്കുമ്പോൾ നമ്മൾ നോക്കാറുള്ളത്. അപ്പൊ ഇതില് ആയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചുറ്റളവിന് ആദ്യം ഒരു വീട് ഇപ്പൊ പുതിയതായിട്ട് ചെയ്യാൻ പോകുന്ന വീടാണെങ്കിൽ ആ വീടിന്റെ ചുറ്റളവ്, ചെയ്യാൻ പോകുന്ന വീടിന്റെ ചുറ്റളവ്, അതിൽ ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു വീടാണെങ്കിൽ അതിന്റെ ചുറ്റളവ് നമ്മൾ മെഷർ ചെയ്ത് നോക്കണം. ആക്ച്വലി ടേപ്പൊക്കെ വെച്ച് മെഷർ ചെയ്യണം. അങ്ങനെ മെഷർ ചെയ്തിട്ട് അതിനെ നമ്മൾ ടേപ്പിലെ സെന്റിമീറ്ററിലാണ് ആണെന്നെങ്കിൽ അതിനെ കോലങ്കിലും ആക്കണം. അങ്ങനെ ചുറ്റളവിനെ കോലങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം. കോലങ്കുലത്തിലുള്ള ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അപ്പൊ അങ്ങനെ നമുക്ക് ആയം കണ്ടുപിടിക്കാം. ഇപ്പൊ നമ്മൾ ഒരെണ്ണം ഇവിടെ ചെയ്യും, ഒന്നേ നമുക്ക് ചെയ്യാൻ ഒക്കുള്ളൂ ഈ റിവിഷനിൽ. അതുപോലെ വ്യയം കണ്ടുപിടിക്കണമെങ്കിൽ അതും ചുറ്റളവിനെ കോലങ്കിലും ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കണം. 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വ്യയം. അപ്പൊ ആയവും വ്യയവും കണ്ടു കഴിഞ്ഞാൽ ആയത്തേക്കാൾ വ്യയം കുറവായിരിക്കണം, ആയത്തേക്കാൾ വ്യയം കൂടിയാൽ വ്യയാധിക്യ ദോഷം എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ആയം, വ്യയം, യോനി. യോനി എന്ന് പറഞ്ഞാൽ ചുറ്റളവിനെ 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കണം. 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് യോനി. ആ ശിഷ്ടം യോനി 1 വന്നാൽ ധ്വജം, 2 വന്നാൽ ധൂമം, 3 വന്നാൽ സിംഹം, 4 വന്നാൽ പിന്നെ പട്ടി, അതായത് പിന്നെ 1 ധ്വജം, 2 ധൂമം,
3 സിംഹം, 4 പട്ടിയുടെ 5 വൃഷഭം, 6 ഖരം, 7 പിന്നെ 7 എന്ന് പറയുന്നത് ഗജം, 7 ഗജം, 8 വായസം. അപ്പൊ അങ്ങനെ 8 യോനികളാണുള്ളത്. ആ ശിഷ്ടം വരുന്നതെന്ന് വെച്ചാൽ അതില് 2, 4, 6, 8 ആ യോനികള് ഒന്നും അശുഭമായ യോനികളാണ്, അല്ലെങ്കിൽ നിഷിദ്ധ യോനികൾ എന്ന് പറയും. അതൊരു നിർബന്ധിക്കും പാടില്ല. ബാക്കിയുള്ളത് കിഴക്കിനിയായിട്ടുള്ള വീടിന് ധ്വജയോനി മാത്രമേ ആകാവൂ. തെക്കിനിയായിട്ടുള്ള വീടിന് സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവുമാണ്. വടക്കിനിയായിട്ടുള്ള വീടിന് ഗജയോനി അത്യുത്തമവും ധ്വജം സിംഹം യോനി ഉത്തമവുമാണ്. പടിഞ്ഞാറ്റിനായിട്ടുള്ള വീടിന് വൃഷഭയോനി അത്യുത്തമവും ധ്വജം സിംഹം ഗജം യോനിയുടെ ഉത്തമവുമാണ്. അപ്പൊ ഇങ്ങനെ ഈ യോനി അതൊക്കെയാണ് യോനിയിൽ വരുന്നത്. അപ്പൊ ആയം, വയം, യോനി. പിന്നെ നക്ഷത്രം, ഓരോ വീടിനും ഒരു നക്ഷത്രമുണ്ട്. അപ്പൊ നമ്മൾ നക്ഷത്രം പിന്നെ കണ്ടുപിടിച്ചിട്ട് അത് നക്ഷത്രവും ഏതൊക്കെ നക്ഷത്രം, ഉദാഹരണത്തിന് നക്ഷത്രം നമുക്ക് വരുന്നത് ഇന്ന നക്ഷത്രങ്ങൾ നമുക്ക് നല്ലതല്ല എന്ന് പറയും. അതുപോലെ നക്ഷത്രം, വാരം. നക്ഷത്രം കണ്ടുപിടിക്കുന്നത്, യോനി കണ്ടുപിടിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, 3 കൊണ്ട് ഗുണിച്ച് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് യോനി. അപ്പൊ ആയം, വയം, യോനി. നക്ഷത്രം കാണുന്നതിന് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 7 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കണം. 7 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നക്ഷത്രം. ഒരു 7 അല്ല 8 ജസ്റ്റ് തെറ്റുപറ്റി. അതായത് നക്ഷത്രത്തിനെ ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നക്ഷത്രം. അതുപോലെ വാരം കണ്ടുപിടിക്കാൻ ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഹരിക്കണം. അപ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വാരം. അതിന് തിഥി കാണണമെങ്കിൽ ചുറ്റളവിനെ 8 കൊണ്ട് ഗുണിച്ചിട്ട് 30 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് തിഥി. അതിൽ 1 മുതൽ 15 വരെ ആദ്യത്തെ വരുന്നത് പിന്നെ വെളുത്ത പക്ഷവും, 16 മുതൽ 30 വരെ വരുന്നത് കറുത്ത പക്ഷവുമാണ്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ അപ്പൊ ആയം, വ്യയം, യോനി, തിഥി, വാരം, പിന്നുള്ള ആയുസ്സും പക്ഷാന്തരവയവും. പിന്നെ ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി. അത് കഴിഞ്ഞ് പിന്നെ ആയുസ് കാണണമെങ്കിൽ നക്ഷത്രം കാണുന്ന അതേ ഫോമുലയാണ്. അത് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കണം. പക്ഷെ ഇവിടെ ശിഷ്ടമല്ല എടുക്കേണ്ട, ഹരണഫലം എടുക്കണം. നക്ഷത്രത്തിനാണ് ശിഷ്ടം എടുക്കുന്നത്. അതേ ഇത് തന്നെ ആയുസിന് ഹരണഫലം എടുക്കണം. ഹരണഫലം 1 വന്നാൽ ബാല്യം, 2 വന്നാൽ കൗമാരം, 3 വന്നാൽ യൗവനം, 4 വന്നാൽ വാർദ്ധക്യം, 5 വന്നാൽ മരണം. അപ്പൊ അങ്ങനെയാണ് ഈ മരണച്ചുറ്റ് എന്നൊക്കെ പറഞ്ഞത് അതാണ്. അപ്പൊ 5 വരുന്നതിനാണ്. അപ്പൊ അങ്ങനെ ഇതിന്റെ ചുറ്റള കണ്ടിട്ട് നമുക്ക് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് ആയുസ് കാണണമെങ്കിൽ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമാണ് ആയുസ്. അത് 5 നേരത്തെ പറഞ്ഞു, 1 വന്നാൽ ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 5 മരണം. 5 കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ശിഷ്ടം 5 കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ വരുന്ന സംഖ്യ ഏതാണോ അതിനെ 5 കൊണ്ട് ഭാഗിക്കണം. 5 കൊണ്ട് ഭാഗിച്ചിട്ട് ശിഷ്ടം എടുക്കണം. ആ ശിഷ്ടവും 1 ബാല്യം, 2 കൗമാരം, 3 യൗവനം, 4 വാർദ്ധക്യം, 5 മരണം. അപ്പൊ അങ്ങനെ നമുക്ക് ആയുസ് കാണാം. പിന്നെ അവസാനം പക്ഷാന്തരവയമാണ്. പക്ഷാന്തരവയത്തിന് ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 9 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് പക്ഷാന്തരവയം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ ഈ ഒരു കണക്ക് നമുക്ക് ചെയ്ത് നോക്കാം, കുറച്ച് ചിത്രമാവും. ഇതൊന്ന് എഴുതിക്കൊള്ളാം. 4536 സെന്റിമീറ്റർ, 4536 സെന്റിമീറ്റർ ചുറ്റളവിന്റെ 4536 സെന്റിമീറ്റർ ചുറ്റളവിന്റെ ആയാതി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരവയവും കാണുക. 4536 സെന്റിമീറ്റർ ചുറ്റളവിന്റെ ആയാതി ഷഡ്വർഗങ്ങളും ആയുസ്സും പക്ഷാന്തരവയവും കാണുക. അറിയാവുന്നവർക്ക് ചെയ്തു കൊടുക്കാം, അറിയാത്തൊരു ജസ്റ്റ് അതിന്റെ ഒരെണ്ണം കാണിച്ചു തരാം. പക്ഷെ ഇനിയുള്ളതൊന്നും കാണിക്കാമെങ്കിലും പുസ്തകത്തിൽ ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. കൈക്കണക്ക് പട്ടിക മുഴുവൻ ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. സെന്റിമീറ്ററും കോലങ്കിലും എല്ലാം കിടപ്പുണ്ട്. അതിൽ നമ്മൾ സെന്റിമീറ്റർ കോലങ്കിലും ആക്കണം. ഇതെല്ലാം പുസ്തകത്തിൽ അതിന്റെ എല്ലാം ഉണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള അത്രയും ചെയ്തു നോക്കണം. എത്രത്തോളം ചെയ്യാമോ അത്രയും തറവാകും. കാരണം വെറുതെ നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ കണക്ക് പഠിക്കാൻ നോക്കിക്കൊണ്ട് പറ്റില്ല, ചെയ്ത് തന്നെ ശരിയാവണം.
ആദ്യം 4536 സെന്റിമീറ്ററിനെ കോലങ്കിലും ആക്കണം. അതൊക്കെ ഇപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സെന്റിമീറ്ററിനെ കോലങ്കിലും ആക്കാനും കോലങ്കലത്തിനെ സെന്റിമീറ്റർ ആക്കാനും എല്ലാവരും തറവായിരിക്കണം. അപ്പൊ 4536 സെന്റിമീറ്ററിനെ കോലങ്കിലും ആക്കുമ്പോൾ 63 കോല് വരും. അങ്കലമൊന്നുമില്ല. അത് 72 ഭാഗിക്കും. 72 സെന്റിമീറ്റർ ആണ് ഒരു കോല്. 4536 72 കൊണ്ട് ഭാഗിക്കുമ്പോൾ 63 കിട്ടും. ശിഷ്ടമൊന്നുമില്ല. അപ്പൊ 63 കോലാണ്. അപ്പൊ ആയം കാണണമെങ്കിൽ 63നെ 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കണം. ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അപ്പൊ 63 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 504 വരും. 504/12 വരും. അപ്പൊ ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം. സാധാരണ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുന്ന പോലെ ഡിവൈഡ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് പോയിന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ശിഷ്ടം പോയിന്റ് ആയിട്ട് എഴുതിയാൽ പോലെ ശിഷ്ടം നമ്പറായിട്ട് തന്നെ എഴുതണം. അപ്പൊ അത് തെറ്റാതിരിക്കണമെങ്കിൽ ശരിക്കും ഡിവൈഡ് ചെയ്ത് നോക്കണം. 504 ÷ 12. എല്ലാവരും ഇതിന്റെ കൂടെ എഴുതിക്കൊള്ളുക. 12 4 48, ബാലൻസ് 2, 4 താത്തിറക്കുന്നു. 12 2 24. ശിഷ്ടം 0. അപ്പൊ ഇവിടെയും നേരത്തെ 504 ഉള്ളൂ. അവിടെയും പിന്നെ അങ്കുലമൊന്നുമില്ല. അപ്പൊ അവിടെ ഒരു 8 അങ്കുലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 08 എന്ന ആൻസർ എഴുതായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് 12 ആയം. ഇങ്ങനെ 0 വന്നു കഴിഞ്ഞാൽ മറ്റേതിനകത്ത് ബാക്കിയൊന്നും ഇല്ലെങ്കിൽ ആയം 12. അത് ക്ലിയർ. അതുകൊണ്ടാണ് ഈ ഒന്നുകൂടെ എത്തിയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ അറിഞ്ഞിരിക്കണം. 0 വന്നു കഴിഞ്ഞു. മറ്റേ കോലിന്റെ കൂടെ 506 കൂടെ അങ്കുലം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്കുലം ഉണ്ട്. അതിനോട് 10 അങ്കുലം 504 കോൽ 10 അങ്കുലം ആണെങ്കിൽ 0 10 എന്നായിരിക്കും ആൻസർ വരുന്നത്. ആയത്തിന്റെ 12 വരില്ല. അടുത്ത വ്യയമാണ്. അതിനെ 63നെ 3 കൊണ്ട് ഗുണിച്ച് 14 കൊണ്ട് ഹരിക്കണം. അപ്പൊ ശിഷ്ടമാണ് വ്യയം. അപ്പൊ 63നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 189 കിട്ടും /14. 189നെ 14 കൊണ്ട് ഇതുപോലെ ഹരിക്കണം. 189 ഡിവൈഡഡ് ബൈ 14. 14 1 14, ബാലൻസ് 4, 9 താത്തിറക്കുന്നു. അപ്പൊ 49. 14 3 42, ബാക്കി 7. അപ്പം വ്യയം 7 ശിഷ്ട 7 വന്നത്. അപ്പൊ വ്യയം 7. വ്യയം അപ്പൊ ആയം 12, വ്യയം 7. അപ്പൊ ഇവിടെ വ്യയാധിക ദോഷമില്ല. ആയത്തെക്കാൾ വ്യയം കുറവാണ്. അതുകൊണ്ട് വ്യയാധിക ദോഷമില്ല. അടുത്ത യോനി കാണണം. യോനി ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയിട്ട് 3 കൊണ്ട് ഗുണിച്ച് 8 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് യോനി. അപ്പൊ 63 ഗുണം 3/8 അതിന്റെ ശിഷ്ടമാണ് യോനി. അപ്പൊ 189/8. 189 8 കൊണ്ട് ഭാഗിക്കണം. എല്ലാവരും എന്റെ കൂടെ എഴുതിക്കൊള്ളുക. 189 സ്പീഡ് കൂടുന്നെങ്കിൽ പറയാം. ഇതെല്ലാം സിമ്പിൾ ആണ്. നമ്മൾ റിവിഷൻ ആയതുകൊണ്ടാണ് അല്പ സ്പീഡിൽ പോകുന്നത്. N2 16, ബാലൻസ് 2, 29, N3 24, ശിഷ്ടം 5. അപ്പം യോനി 5 വരും. ഇവിടെ 189ന്റെ കൂടെ വേറെ ഇതൊന്നും ഇല്ല. അപ്പം 5 യോനി വരുന്നത്. 5 യോനി എന്ന് പറഞ്ഞാൽ ഏതാണ് വരുന്നത്? 1 പിന്നെ ധ്വജം, 3 സിംഹം, 5 വൃഷഭമാണ്. വൃഷഭ യോനി തന്നെ ഏതാണ് അവിടെ? ഇപ്പൊ യോനി സമം 5 വൃഷഭം. വൃഷഭം എന്നുള്ളവിടെ എഴുതി വെറും 5 എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ ഏത് യോനിയാണെന്നുള്ള പേര് എഴുതണം. വൃഷഭ യോനിയാണ്. ഇപ്പൊ ഇവിടെ വൃഷഭ യോനിയാണ്. അപ്പൊ 5 എഴുതി ബ്രാക്കറ്റ് വൃഷഭം എഴുതാം. അപ്പൊ ആയം വ്യയം യോനി കഴിഞ്ഞു. അടുത്ത നക്ഷത്രമാണ്. ഇത്ര എഴുതി കഴിഞ്ഞു മാറ്റാൻ പോവാണ്. ആരെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അടുത്ത നക്ഷത്രം കാണാൻ ചുറ്റളവിനെ കോലെങ്കിലും ആക്കിയ 63 അതിനെ 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് നക്ഷത്രം. അപ്പൊ 63 8 504/27. അതുപോലെ 504 27 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 504 ഡിവൈഡഡ് ബൈ 27. 27 1 27, ബാലൻസ് 23 വരും. 4 ഇറക്കുമ്പോൾ 234 വരും. ഇപ്പൊ 27 8 216.
ബാലൻസ് 18. അപ്പൊ ഇവിടെ ഹരണഫലവും 18ആണ്, ശിഷ്ടവും 18ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 18 നക്ഷത്രമാണ് നമ്മൾ കാണുന്നത്. നക്ഷത്രം കാണുമ്പോൾ 18 ഇവിടെ 504 കഴിഞ്ഞൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ 18 19 എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ 504 കഴിഞ്ഞ് അങ്കുലമൊന്നും ഇല്ലാത്തത് കൊണ്ട് 18 എടുത്താൽ മതി. ഇപ്പൊ 18ാമത്തെ നക്ഷത്രം ഏതാണെന്ന് നോക്കണം, അതറിഞ്ഞിരിക്കണം. 1 മുതൽ 27 വരെയുള്ള നമ്പർ കിട്ടിയാൽ അത് ഏത് നക്ഷത്രമാണെന്ന് അറിഞ്ഞിരിക്കണം. ആ നക്ഷത്രത്തിന്റെ പേരും ഏതാണ്. അപ്പൊ നക്ഷത്ര സമം തൃക്കേട്ട. ആർക്കെങ്കിലും 1 മുതൽ 27 വരെ നമ്പർ പറയുമ്പോൾ അതിന് നക്ഷത്രം അറിഞ്ഞുകൂടെങ്കിൽ അത് പഠിച്ചോണം. ഇത് ഈവൻ പേപ്പറുകൾ നോക്കി മനസ്സിലാക്കാം, അതല്ലെങ്കിൽ പഞ്ചാംഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. അടുത്ത വാരം, അതിനെ ചുറ്റളവിനെ കോലങ്ങളും ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 7 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് വാരം. 63 504/7, 504 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 7 7 49, 1 14, 7 2 14. ഇപ്പൊ ഇവിടെ ശിഷ്ടം 0 ആണ്. അപ്പൊ 0 വന്നാൽ നമുക്ക് ഇത് വാരമാണ് നമ്മൾ കാണുന്നത്. ശിഷ്ടം 0 വന്നാൽ വാരം ശനിയാണ്. വാരം സമം ശനി. അപ്പൊ ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം. അടുത്ത തിഥിയാണ്. ആയാദി ഷഡ്വർഗങ്ങൾ അവസാനത്തത് തിഥി. അത് ചുറ്റളവിനെ കോലങ്ങളും ആക്കി അതിനെ 8 കൊണ്ട് ഗുണിച്ച് 30 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് തിഥി. 63 504/30. 504 30 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 31 30, ബാക്കി ബാലൻസ് 20. 4 ധാത്തുലൊക്കെ 204, 36 180, ബാക്കി 24. അപ്പൊ തിഥി എന്ന് പറഞ്ഞാൽ 24ാമത്തെ തിഥിയാണ്. അപ്പൊ ആദ്യത്തെ 15 പൂർവപക്ഷം, അത് കഴിഞ്ഞാൽ പിന്നെ 16 എന്ന് പറഞ്ഞാൽ 1ആണ്. അപ്പൊ അങ്ങനെ വരുമ്പം 15 9 ആണ് 24. അപ്പൊ നവമിയാണ്. 9 നവമിയാണ്. അത് അപരപക്ഷത്തിലെ നവമിയാണ്. 15 കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ തിഥി, നവമി, ബ്രാക്കറ്റിലെ പക്ഷവും കാണിക്കണം. തിഥി ഏതാണെന്നുള്ളതും ആ പക്ഷം ഏതാണെന്നുള്ളതും കാണിക്കണം. വെറുതെ 24 മാത്രം എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടില്ല. അപ്പൊ ആയം, വ്യയം, യോനി, നക്ഷത്രം, വാരം, തിഥി, ആയാദി ഷഡ്വർഗങ്ങളെല്ലാം ആയിക്കഴിഞ്ഞു. ഇനി 2 കാര്യം കൂടെ കാണണം, ആയുസ്സും പക്ഷാന്തരവയവും. കോലകുലത്തിലോ ചുറ്റളവിനെ കോലകുലം ആക്കിയിട്ട് 8 കൊണ്ട് ഗുണിച്ച് 27 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലമാണ് ആയുസ്. ശിഷ്ടമല്ല, ഹരണഫലം. അതായത് 504/27. ഹരണഫലം എത്ര നോക്കണം. 504 / 27. 27 ബാക്കി 23, 234, 27 8, 216. ബാക്കി കൂടെ ആവശ്യമില്ലെങ്കിലും കണ്ടുപിടിച്ചേക്കണം. അപ്പൊ ഇവിടെ ഹരണഫലവും 18ആണ്, ശിഷ്ടവും 18ആണ്. അപ്പം ഹരണഫലമാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഹരണഫലം 18ആണ്. 18 എന്ന് പറയുന്നത് 5 കൂടുതലാണ്. അപ്പൊ ഹരണഫലം 5 കൂടുതൽ വന്നാൽ ആ ഹരണഫലത്തെ 5 കൊണ്ട് ഹരിക്കണം. എന്നിട്ട് ശിഷ്ടം നോക്കണം. 18നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 3ആണ്. 3 15, ബാലൻസ് 3 വരും. 3 1 ബാല്യം, 2 കൗമാരം, 3 യൗവനം. അപ്പൊ ഇവിടെ ആയുസ് എന്ന് പറഞ്ഞാൽ യൗവനമാണ്. ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നത്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരണഫലം സമം 18ആണ്. അപ്പൊ 18നെ 5 കൊണ്ട് ഭാഗിക്കുമ്പം ശിഷ്ടം 3 വരും. അപ്പൊ ആയുസ് സമം യൗവനം. ഇത് എഴുതിക്കൊള്ളുക. ഇതിപ്പോ ഇങ്ങനെ നോക്കി എഴുതിയാൽ പോരാ, തരം ചെയ്ത് നോക്കണം. കൈക്കണക്ക് പറ്റിയുള്ള കണക്കുകൾ എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്യാൻ നോക്കുക. അടുത്തത് ലാസ്റ്റ് ആണ് പക്ഷാന്തരവയം. പക്ഷാന്തരവയം കാണുന്നതിന് ചുറ്റളവിനെ കോലങ്ങളും ആക്കിയിട്ട് 9 കൊണ്ട് ഗുണിച്ച് 10 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് പക്ഷാന്തരവയം. അപ്പൊ 63നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 567 കിട്ടും. 10.
567 10 കൊണ്ട് ഹരിക്കുന്നത് ഇപ്പൊ ശിഷ്ടം എത്രയാണെന്നുള്ളത് നമുക്ക് ഹരിക്കാതെ തന്നെ അറിയാം. 56 10 560, ബാക്കി 7 ശിഷ്ടം വരും. അപ്പോൾ ഇവിടെ ശിഷ്ടം 7 വരും. ശിഷ്ടം 7, അതായത് പക്ഷാന്തരവേ 7 വരും. അപ്പം ആയാദി ഷഡ്വർഗ്ഗങ്ങളും ആയുസ്സും പക്ഷാന്തരവ്യവും കണ്ടു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ പ്രത്യേകമായിട്ട് ഹോംവർക്ക് ഒന്നും എഴുതില്ല. നിങ്ങൾ പോയി ഇതിനകത്ത് ആ കൈക്കടക്ക് പട്ടികയിൽ ഇഷ്ടം പോലെ ഒരുപാട് എക്സാമ്പിൾ കിടപ്പുണ്ട്. അതായത് അറുപത്തിനാലാമത്തെ പേജ് മുതൽ, ഞാൻ നേരത്തെ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്, 64 മുതൽ 80 വരെയുള്ള പേജുകൾ. 64 മുതൽ 80 17 പേജ്. അത് ആ പേജിലെല്ലാം ഓരോ പേജിലും ഇഷ്ടംപോലെ എക്സാമ്പിൾ ഉണ്ട്. അപ്പൊ അത് എല്ലാവരിലും എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം നിങ്ങൾക്ക് തലവാകും. ഈ പരീക്ഷയ്ക്കൊക്കെ തലവായിട്ട് എഴുതണമെങ്കിൽ പരീക്ഷയുടെ മാത്രമല്ല, പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ച് അറിഞ്ഞിരിക്കണം. അപ്പൊ പരീക്ഷയ്ക്ക് ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മളത് ശരിക്കും മനസ്സിലാക്കുക. കാരണം ഇതൊക്കെ പഠിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയും കൂടാണ്. അപ്പൊ ഇതോടെ നമ്മൾ ആയാദി ഷഡ്വർഗ്ഗങ്ങളും ആയുസ്സും പക്ഷാന്തര വയവിന്റെ റിവിഷൻ കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്തത് പരമാവധി നീളം, അതായത് വാസ്തുമണ്ഡലത്തിന്റെ അളവും ആ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കാണുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഡി എന്നുള്ളതൊന്നും എഴുതണ്ട, ഇത് എഴുതാം. കെട്ടിടത്തിന്റെ പരമാവധി നീളവും വീതി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്, റിവിഷനാണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. അതിനെ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നുമില്ല. ആ ഫോർമുല അറിഞ്ഞിരിക്കണം. വാസ്തുമണ്ഡലം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പ്രസ്തുത വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കാണണം. വാസ്തുമണ്ഡലത്തിലെ നീളം ക്യാപിറ്റൽ എൽ ആണെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ പരമാവധി L - L/2/2. ആ ഫോർമുല നമുക്ക് അറിയാം, എഴുതിക്കോളൂ. വാസ്തുമണ്ഡലത്തിന്റെ നീളം L ആണെങ്കിൽ ഇത് കഴിഞ്ഞ് വിചാരിക്കുന്നു, പ്രസ്തുത വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വാസ്തുമണ്ഡലത്തിന്റെ നീളം L, ക്യാപിറ്റൽ L ആണ്, പ്രത്യേകം ശ്രദ്ധിച്ചോണം. സ്മാൾ L പറഞ്ഞാൽ വീടിന്റെയാണ്, ഇത് പുരയിടത്തിന്റെ അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിന്റെയാണ്. വാസ്തുമണ്ഡലത്തിന്റെ നീളം ക്യാപിറ്റൽ L ആണെങ്കിൽ പ്രസ്തുത വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന കെട്ടിടത്തിന്റെ പരമാവധി നീളം, അതിന് ആ ഫോർമുല എഴുതുക. Lmax = L, ഇവിടെ സ്മാൾ ലെറ്റർ L ആണ്, അത് വീടിന്റെയാണ്. മാക്സ്, അതായത് മാക്സിമം ലെങ്ത്, വീടിന്റെ പരമാവധി നീളം അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ പരമാവധി നീളം സമം L - L × 2/9 - L/9 × 12 - 2 × G. നേരത്തെ പഠിച്ച ഈ ഒരു ഫോർമുലയാണ് പല വിധത്തിലും നമുക്ക് വാസ്തുവിൽ ഉപയോഗിക്കാൻ പറ്റും. പല കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും, ഈ ഫോർമുല. ഇത് സമത്തിന് ഇടതുവശം എഴുതിക്കുന്ന സ്മാൾ L ആണ്, വലതുവശം എഴുതിക്കുന്ന എല്ലാം ക്യാപിറ്റൽ L ആണ്. അത് തെറ്റി മാറിപ്പോരുത്. സ്മാൾ L മാക്സ് പറഞ്ഞാൽ വീടിന്റെ അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ പരമാവധി നീളം. അപ്പൊ അത് മറ്റേത് വാസ്തുമണ്ഡലത്തിന്റെ നീളമാണ് ക്യാപിറ്റൽ L. G എന്ന് വെച്ചാൽ ഗമനമാണ്. അത് അങ്കുലത്തിലുള്ള ഗമനം. അത് ചെയ്യുമ്പോൾ നമ്മൾ സെന്റിമീറ്റർ ആക്കി ചെയ്യണം. ഇത് കംപ്ലീറ്റ് എഴുതിയെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതിയിട്ടില്ലേ പറയുക. ഓക്കെ, അപ്പൊ നേരത്തെ ഗമന നിയമം അതുകൊണ്ടൊന്ന് പറഞ്ഞേക്കാം. ഗമന നിയമത്തിൽ വരച്ചോളൂ, സംശയമുള്ളവർ വരച്ചോളൂ. നേരത്തെ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാതെ. എന്നാലും ആർക്കും സംശയം ഉണ്ടെങ്കിൽ വരയ്ക്കാം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. ഗമന നിയമം നമ്മൾ പഠിച്ചതാണ്. അതായത് തെക്കിനി കൊരങ്കുലം മുതൽ അപ്രദക്ഷിണ ദിശയിൽ
ഈ 2 അങ്കുലം വീതം കൂട്ടി ഗമനം കൽപ്പിക്കണം. എല്ലാവർക്കും അറിയാം, പറഞ്ഞാണ് നമ്മൾ ബേസിക്കലി പഠിച്ചാണ്. പക്ഷെ എന്നാലും ആർക്കെങ്കിലും അത് സംശയം ഉണ്ടെങ്കിൽ എഴുതാം. തെക്കിനിക്ക് 1 അങ്കുലം മുതൽ, ഞാൻ അതിവിടെ എഴുതിയിട്ടില്ല, ഇതിനകത്ത് എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതേണ്ടവർ എഴുതാം, അറിയാവുന്നവർ എഴുതേണ്ട ആവശ്യമില്ല. തെക്കിനിക്ക് 1 അങ്കുലം മുതൽ അപ്രദക്ഷിണ ദിശയിൽ ഈ 2 അങ്കുലം വീതം കൂട്ടി, തെക്കിനിക്ക് 1 അങ്കുലം മുതൽ അപ്രദക്ഷിണ ദിശയിൽ ഈ 2 അങ്കുലം വീതം കൂട്ടി ഗമനം കൽപ്പിക്കണം. ഈ 2 അങ്കുലം വീതം കൂട്ടി ഗമനം കൽപ്പിക്കണം. അതാണ് ഗമന നിയമം. എഴുതി കഴിഞ്ഞ് വിചാരിക്കുന്നു. അപ്പൊ അതായത് തെക്കിനിക്ക് 1 അങ്കുലം, ഇവിടെ ശ്രദ്ധിക്കുക, തെക്കിനിക്ക് 1 അങ്കുലം നമുക്ക് നോക്കുക, സൗത്ത് നിന്ന് എഴുതിക്കുന്നത് നോക്കുക, 1. അപ്പൊ 1 അങ്കുലം, തെക്കിനിക്ക് 1 അങ്കുലം മുതൽ അപ്രദക്ഷിണ ദിശ, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലെങ്കിൽ അപ്രദക്ഷിണ ദിശയിൽ തെക്കിനി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കിഴക്കിനിയാണ്. അപ്പൊ ഈ 2 അങ്കുലം കൂട്ടും. അപ്പൊ ഇതിനോട് ഒന്നിൻ്റെ കൂടെ 2 അങ്കുലം കൂട്ടും. അപ്പൊ തെക്കിനിക്ക് ഏറ്റവും കുറഞ്ഞ ഗമനം 1 അങ്കുലമാണ്. കിഴക്കിനിക്ക് ഏറ്റവും കുറഞ്ഞ ഗമനം 1, 2, 3 അങ്കുലം ആയിരിക്കും. പെയ്തേക്കുന്നത്. വീണ്ടും അപ്രദക്ഷിണ ദിശയിൽ വടക്കിനിയാണ് വരുന്നത്. അപ്പൊ വീണ്ടും 2 കൂടും. അപ്പൊ 3, 2, 5 വരും വടക്കിനിക്ക്. വടക്കിനിക്കുള്ള ഏറ്റവും കുറഞ്ഞ ഗമനം 5 ആണ്. പടിഞ്ഞാറ്റിനിക്കുള്ള ഏറ്റവും കുറഞ്ഞ ഗമനം അപ്പോൾ 7 വരും. അപ്രദക്ഷിണ ദിശയിൽ 2 അങ്കുലം, വടക്കിനി എന്ന അപ്രദക്ഷിണ ദിശയിൽ അടുത്ത പടിഞ്ഞാറ്റിനാണ്. അപ്പൊ 5, 2, 7 വരും. അപ്പൊ ഇതാണ് ഈ ഓരോ ദിശയിലുള്ള ഏറ്റവും കുറഞ്ഞ ഗമനം. ഇനി അടുത്തത് വീണ്ടും 7 കഴിഞ്ഞ് അപ്രദക്ഷിണ ദിശയിൽ അടുത്തത് തെക്കിനിയാണ്. അപ്പൊ 7, 2, 9 വരും. 9 കഴിഞ്ഞാൽ 9, 2, 11 ആയിരിക്കും കിഴക്കിനിക്ക്. 11, 2, 13 വടക്കിനിക്ക്. 13, 2, 15 പടിഞ്ഞാറ്റിനിക്ക്. അപ്പൊ ഇപ്പൊ നോക്കുക, തെക്കിനി നോക്കുക, 1, 1, 8, 9. കിഴക്കിനിക്ക് 3, 3, 8, 11. വടക്കിനിക്ക് 5, 5, 8, 13. പടിഞ്ഞാറ്റിനിക്ക് 7, 7, 8, 15. ഇങ്ങനെ 8, 8 വെച്ച് കൂടി പോകും. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഇങ്ങനെ 3, 4 ഡോട്ട് ലൈൻ എല്ലായിടത്തും ഇടാം. 4 എടുത്ത് നോക്കുക ഡോട്ട്. അതായത് ഇങ്ങനെ കൂടി പോകും. 8, 8 വീതം കൂടി. ഇതെല്ലാം അങ്കുലമാണ്, അളവുകൾ അങ്കുലത്തിലാണ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വേണം. സെന്റിമീറ്റർ ഒന്നും അല്ല, അങ്കുലമാണ്. ഇത്ര എഴുതിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് ആ നടുക്ക് കാണുന്നത് ബ്രഹ്മനാഭി, ആ സ്റ്റാർ കാണുന്നത് ബ്രഹ്മനാഭി. അപ്പൊ ഇത് ഗമന നിയമത്തിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഈ പരമാവധി നീളവും വീതിയും കാണുക. പരമാവധി നീളവും വീതിയും, പരമാവധി നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിന് കൊടുക്കുന്ന പരമാവധി നീളം. അപ്പൊ പരമാവധി നീളം വരുവാണെങ്കിൽ ഗമനം ഏറ്റവും കുറഞ്ഞിരിക്കണം. ഗമനം കൂടുന്നതോടെ നമുക്കറിയാം, പിന്നെ ബ്രഹ്മനാഭിയിൽ നിന്ന് ഗ്രഹനാഭിയിലേക്കുള്ള ദൂരം കൂടിക്കൊണ്ടിരിക്കും ഗമനം കൂടുമ്പോൾ. അപ്പം ദൂരം കൂടിക്കൊണ്ടിരിക്കുമ്പം ഗ്രഹനാഭി പിശാച വീതിയോട് അടുത്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം പിശാച വീതിയിലോട്ട് വീട് കയറാൻ പാടില്ല. അപ്പം ഏറ്റവും കുറച്ച് ഗമനം കൊടുക്കുമ്പോഴാണ് പരമാവധി നീളവും വീതിയും കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പരമാവധി നീളവും വീതിയും കാണുന്നതിന് ഏറ്റവും കുറഞ്ഞ ഗമനം കൊടുക്കണം. അപ്പം ദിശയ്ക്കനുസരിച്ചുള്ള ഗമനത്തിന്റെ ഏറ്റവും കുറഞ്ഞ അളവ് കൊടുക്കണം. ദിശയ്ക്കനുസരിച്ച് നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു, തെക്കിനിക്ക് 1, 1, 8, 9, 9, 8, 17, 17, 25, അങ്ങനെ 8, 8 വീതം കൂട്ടി തെക്കിനിക്ക് ഓരോന്നിന്റെയും കണ്ടു. നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ അതിന് ഏറ്റവും കുറഞ്ഞ അളവാണ് പരമാവധി നീളവും വീതിയും കാണാൻ കൊടുക്കേണ്ടത്. പക്ഷെ ഏറ്റവും കുറഞ്ഞ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുള്ളത് നമുക്കറിയാം. ഒരു പിന്നെ ബ്രഹ്മനാഭി, അതായത് വസ്തുവിന്റെ മധ്യം, അതാണ് ബ്രഹ്മനാഭി അറിയാമെങ്കിൽ ബ്രഹ്മനാഭിയിൽ നിന്ന് ഗ്രഹനാഭി കണ്ടുപിടിക്കാനായിട്ട് 2 ഗമനങ്ങൾ വേണം. 1 തെക്ക് വടക്ക് ദിശയിലുള്ള ഗമനം, 2 കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ഗമനം. അത് ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതും വെർട്ടിക്കൽ ആയിട്ടുള്ള, നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ആ 2 ഗമനം, തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും അറിഞ്ഞാൽ നമുക്ക് ഗ്രഹനാഭി കണ്ടുപിടിക്കാം. ബ്രഹ്മനാഭി അറിയാം, 2 ഗമനവും അറിയാമെങ്കിൽ ഗ്രഹനാഭി കണ്ടുപിടിക്കാം. അപ്പൊ ആ 2 ഗമനങ്ങൾക്കും ഒരേ അളവ് കൊടുക്കാൻ പാടില്ല. ഇത് പിന്നെ ഗമനത്തിന് ഏറ്റവും കുറഞ്ഞ അളവ് കൊടുക്കണം. പക്ഷെ 2 ഗമനങ്ങൾക്ക് 2 ഒരേ ഇപ്പൊ പിന്നെ 18 അങ്കുലം എന്നുള്ള ഒരു അല്ലെങ്കിൽ കിഴക്കിനിക്കാണ്. കിഴക്കിനിക്ക് നമുക്കറിയാം 3 അങ്കുലമാണ് ഏറ്റവും കുറവ്. 3, 8, 11, 11, 8, 19, 19, 8, 27, അങ്ങനെ കൂടി 8, 8 വെച്ച് കൂടി പോകും കിഴക്കിനിക്ക്.
ഇപ്പം 3 8 11 18 19 അങ്കുലം ഗമനം കൊടുത്തുകൊണ്ടിരിക്കട്ടെ കിഴക്കിനിക്ക്. അപ്പം കിഴക്കിനിക്ക് തെക്ക് വടക്ക് ഗമനമുണ്ട്, കിഴക്ക് പടിഞ്ഞാറ് ഗമനമുണ്ട്. രണ്ടും ഈക്വലായിട്ട് കൊടുത്താൽ, അത് തെക്ക് വടക്ക് ഗമനവും കിഴക്ക് പടിഞ്ഞാറ് ഗമനവും ഒരേ ഗമനം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കർണത്തിലോട്ട് കയറി വരും ഗ്രഹമധ്യം. അത് കർണസൂത്രം. വടക്ക് കിഴക്കുന്ന തെക്ക് പടിഞ്ഞാറാക്ക ഈശാന്യമൂല എന്ന കന്നിമൂലയിലേക്കുള്ള ആ കർണത്തിലോട്ട്, അത് കർണസൂത്രത്തിലേക്ക് ഗ്രഹത്തിന്റെ മധ്യം അല്ലെങ്കിൽ ഗ്രഹനാഭി കയറി വരും. അപ്പൊ ഗ്രഹനാഭി കർണസൂത്രത്തിൽ കയറി വരാതിരിക്കാനുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗമനങ്ങളും വ്യത്യാസപ്പെടുത്തി കൊടുക്കണം. ഒരിക്കലും ഒരേ ഗമനം കൊടുക്കാം. അപ്പൊ ഏറ്റവും കുറഞ്ഞ 2 ഗമനങ്ങൾ വേണം. ഏറ്റവും കുറഞ്ഞ ഹൊറിസോണ്ടലായിട്ടുള്ള ഗമനമുണ്ട്, വെർട്ടിക്കലായിട്ടുള്ള ഗമനമുണ്ട്. അപ്പൊ ഒരെണ്ണം ഹൊറിസോണ്ടലും അതിനടുത്തത് ഇപ്പൊ രണ്ടും ഒരേ ഇത് കൊടുക്കാതിരിക്കുക. അപ്പൊ ഏതിന് കൊടുക്കണം എന്നുള്ള എപ്പോഴും കൂടിയ അളവിന് കൂടിയ ഗമനം കൊടുക്കാം, കുറഞ്ഞ അളവിന് കുറഞ്ഞ ഗമനം കൊടുക്കാം സാധിക്കുന്നിടത്ത്. ചിലപ്പോൾ അങ്ങനെ കാട്ടി പറ്റില്ല എന്ന് വരും. അതൊക്കെ ഓരോ കണക്കുകൾ വരുമ്പോൾ അതിനനുസരിച്ചാണ്. അപ്പൊ ഇവിടെ തെക്കിനിക്ക് കുറഞ്ഞ അളവിൽ നമുക്കറിയാം, തെക്കിനിക്ക് ഏറ്റവും കുറഞ്ഞ ഗമനം 1 അങ്കുലമാണ്. 1 8 9 9 8 17 അങ്ങനെ പോകും. പക്ഷെ ഏറ്റവും കുറഞ്ഞ ഗമനം 1 അങ്കുലം എന്നുള്ള വളരെ ചെറിയൊരു അളവാണ്, 3 സെന്റിമീറ്റർ ഉള്ളൂ. ഒരു വീടിന്റെ അളവൊക്കെ വെക്കുമ്പോൾ 3 സെന്റിമീറ്റർ ചിലപ്പം ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായത് വരും. അപ്പൊ അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് തിയറിറ്റിക്കലി 1 അങ്കുലം ആകാം, പക്ഷെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് സാധാരണ ഏറ്റവും കുറഞ്ഞത് കൊടുക്കുന്നത് 9 അങ്കുലമാണ് തെക്കിനിക്ക്. 1 1 8 9 9 8 അപ്പൊ 9 17 ആയിരിക്കും നമ്മൾ സാധാരണ പരിഗണിക്കുന്നത്. അപ്പം നീളത്തിൽ കൊടുക്കേണ്ട ഗമനം 17 അങ്കുലവും വീതി കൊടുക്കേണ്ട ഗമനം 9 അങ്കുലവും കൊടുക്കും. തെക്കിനിക്ക് കുറഞ്ഞ അളവായ 1 അങ്കുലം പ്രായോഗികമായി പരിഗണിക്കാറില്ല, തീരെ ചെറുതായുണ്ട്. അടുത്ത കുറഞ്ഞ അളവായ 9 അങ്കുലമാണ് പരിഗണിക്കാറുള്ളത്. ഒക്കെ എഴുതിക്കൊള്ളൂ. എഴുതി കാണുന്നതായിരിക്കുന്നു. അതായത് പരമാവധി നീളം കാണുവാൻ കൊടുക്കേണ്ട ഗമനം, പരമാവധി നീളം കാണുവാൻ കൊടുക്കേണ്ട ഗമനം തെക്കിനിക്കും കിഴക്കിനിക്കും വടക്കിനിക്കും പടിഞ്ഞാറ്റിക്കും എത്ര കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇത്ര എഴുതി കാണുന്ന വിചാരിക്കുന്നു. അടുത്ത പേര് പോവാണ്. ആരെങ്കിലും എഴുതിയില്ലേ പറയാം. ഓക്കെ, തെക്കിനിക്ക് 9 അങ്കുലം. കാരണം ഏറ്റവും കുറഞ്ഞ 1 ആണ്, പക്ഷെ 1 കൊടുക്കാറില്ല. 1 8 9 തെക്കിനിക്ക് പരമാവധി ഗമനം കാണാൻ ഏറ്റവും കുറഞ്ഞ ഗമനം കൊടുക്കണം. പരമാവധി നീളം കാണാൻ ഏറ്റവും കുറഞ്ഞ ഗമനം 9 അങ്കുലം കൊടുക്കാം. കിഴക്കിനിക്ക് 3 അങ്കുലം ഏറ്റവും കുറഞ്ഞ ഗമനം. വടക്കിനിക്ക് 5 അങ്കുലം. പടിഞ്ഞാറ്റിനിക്ക് 7 അങ്കുലം. അപ്പൊ ഇതാണ് പരമാവധി നീളം അല്ലെങ്കിൽ പരമാവധി വീതിയൊക്കെ കാണാനായിട്ട് കൊടുക്കേണ്ട ഗമനങ്ങൾ. ഈ 4 ഗമനങ്ങൾ. അല്ലെങ്കിൽ ഇതിന്റെ ഇപ്പൊ തെക്കിനിക്കാണെങ്കിൽ 9 അങ്കുലം നീളത്തിനും വീതിക്കും കൊടുക്കാവില്ല. 1 അങ്കുലം സാധാരണ കൊടുക്കാറില്ല. അപ്പൊ 9 17 കൊടുക്കും. വടക്കിനിക്കാണെങ്കിൽ 5 13 കൊടുക്കും. കിഴക്കിനിക്കാണെങ്കിൽ 3 11 കൊടുക്കും. പടിഞ്ഞാറ്റിനിക്കാണെങ്കിൽ 7 14 കൊടുക്കും. 7 15 7 8 15. അപ്പൊ നീളവും വീതിയും കാണുന്നതിന് ഒരേ ഗമനം കൊടുക്കാൻ പാടില്ല. എഴുതിക്കൊള്ളൂ. നമ്മൾ പറഞ്ഞാണ് നേരത്തെ, നീളവും വീതിയും കാണുന്നതിന് ഒരേ ഗമനം കൊടുക്കുവാൻ പാടില്ല. അപ്പൊ അടുത്തടുത്തുള്ള 2 ഗമനങ്ങൾ, ഏറ്റവും കുറഞ്ഞ അടുത്തടുത്തുള്ള 2 ഗമനം കൊടുക്കണം. ദിശയ്ക്കനുസരിച്ചുള്ള കുറഞ്ഞ അടുത്തടുത്തുള്ള 2 ഗമനങ്ങൾ നീളത്തിനും വീതിക്കും കൊടുക്കേണ്ടതാണ്. നമ്മൾ പറഞ്ഞതാണ്. ഇത് എഴുതിക്കാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദിശയ്ക്കനുസരിച്ചുള്ള എഴുതിക്കൊള്ളൂ. സ്ക്രീനിലുണ്ട്. ദിശയ്ക്കനുസരിച്ചുള്ള കുറഞ്ഞ അടുത്തടുത്തുള്ള 2 ഗമനങ്ങൾ. ദിശയ്ക്കനുസരിച്ചുള്ള കുറഞ്ഞ അടുത്തടുത്തുള്ള 2 ഗമനങ്ങൾ നീളത്തിനും വീതിക്കും ഒന്ന് നീളത്തിലും ഒന്ന് വീതിക്കും, നീളത്തിനും വീതിക്കും കൊടുക്കേണ്ടതാണ്. അത് കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. എഴുതി കാണുന്ന വിചാരിക്കുന്നു. 1A, ക്വസ്റ്റ്യൻ നമ്പർ 1A ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കൊള്ളൂ. 2196 സെന്റിമീറ്റർ നീളവും 1800 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വസ്തുവിൽ, 2196 സെന്റിമീറ്റർ നീളവും 1800 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വസ്തുവിൽ
കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായി ചെയ്യാവുന്ന വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കാണുക. സെക്കൻഡ്, അതിനകത്ത് സംശയം നിങ്ങൾക്ക് പറ്റുമോട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം എഴുതിക്കൊള്ളുക. പരമാവധി നീളവും പരമാവധി വീതിയും കാണുക. ഇത് വെറുതെ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആൻസർ, വസ്തുവിന്റെ ചുറ്റളവ് ആദ്യം കാണണം. എല്ലാവരും കാണുക, ചുറ്റളവ് കാണുക. നീളവും വീതിയും തന്നിട്ടുണ്ട്. നീളവും വീതിയും കൂടെ കൂട്ടി അത് കിട്ടുന്ന അതിന്റെ കൂട്ടി കിട്ടുന്ന അതിന് 2 കൊണ്ട് ഗുണിക്കുമ്പം ചുറ്റളവ് കിട്ടും. നീളം പ്ലസ് വീതി മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ് ചുറ്റളവ്. കിട്ടിയവര് പറയുക. എല്ലാരും ചെയ്യണം, പറയുന്ന ആൾ മാത്രം ചെയ്താൽ പോരാ. 7992. വസ്തുവിന്റെ ചുറ്റളവ് 7992 സെന്റിമീറ്റർ. അപ്പൊ നമുക്കിവിടെ വീട് കിഴക്കിനി, തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി ഇതിലേതിലാണ് ആ സ്ഥലം അവിടെ ചെയ്യാൻ പോകുന്ന വീട് നമ്മൾ ചെയ്യാൻ പോകുന്നത്? അത് ക്വസ്റ്റ്യൻ തോന്നുന്നുണ്ടല്ലോ, നോക്കൂ. പടിഞ്ഞാറ്റിനി. അത് പടിഞ്ഞാറോട്ട് വീട് മാറിയിരിക്കും, കിഴക്കോട്ട് ഫേസ് ചെയ്യും. അപ്പൊ പടിഞ്ഞാറ്റിനായിട്ടുള്ള വീടിന് ഏതൊക്കെ യോനിയാകാം അതറിഞ്ഞിരിക്കണം. പടിഞ്ഞാറ്റിനായിട്ടുള്ള വീടിന് ഏതൊക്കെ യോനിയാകാം? അതായത് വൃഷഭയോനി അത്യുത്തമം, ധ്വജം, സിംഹം, ഗജം. ഈ മൂന്ന് യോനി ഉത്തമമാണ്. അത് നല്ലതാണ്, ഉത്തമമാണ്, മോശമല്ല. അപ്പം ധ്വജം, സിംഹം, ഗജം യോനികൾ ഉത്തമവും വൃഷഭയോനി അത്യുത്തമവുമാണ് പടിഞ്ഞാറ്റിനായുള്ള വീടിന്. അപ്പൊ അതുകൊണ്ട് ഇതിലെ നമുക്ക് ഈ 7992 സെന്റിമീറ്ററിന്റെ കൂടാതെ അത് ഇത് വസ്തുവിന്റെ ചുറ്റളവ് അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ കൂടിയ വസ്തുവിന് വെളിയിലോട്ട് നമുക്ക് പോകാനൊക്കില്ല. അപ്പം 7992 സെന്റിമീറ്ററോ അതിൽ താഴെയുള്ള ഉത്തമമായ ചുറ്റളവ് നമുക്ക് പടിഞ്ഞാറ്റിനിക്ക് അനുയോജ്യമായുള്ള ചുറ്റളവ് കൈക്കണക്ക് പട്ടിക നോക്കി കണ്ടുപിടിക്കുക. എല്ലാവരും കണ്ടുപിടിക്കുക. ഒരാൾ പറയുമ്പോൾ കേട്ടെഴുതാതിരിക്കരുത്, എല്ലാവരും അത് നോക്കണം. ഒന്നാമത്തെ പുസ്തകത്തിൽ കൈക്കണക്ക് പട്ടികയിൽ നിന്ന് 7992 അതിൽ കുറവോ അതിൽ കൂടാൻ പാടില്ല. അതിന് ഉത്തമമായിട്ടുള്ള അളവ് കാണുക, നമുക്ക് അനുയോജ്യമായിട്ടുള്ള. അതായത് ഋഷഭയോനി അത്യുത്തമം, ധ്വജം, സിംഹം, ഗജം യോനികൾ ഉത്തമം. 7992 ഉത്തമം സാറേ. അപ്പൊ 7992 തന്നെ ഉത്തമമാണ്. ഏത് യോനിയാണ്? വൃഷഭയോനി. അപ്പം ഈ ആരോ ഇടുന്നത് ഫ്രം ദ ടേബിൾ എന്നുള്ള അർത്ഥമാണ്. അതായത് കൈക്കണക്ക് പട്ടികയിൽ നിന്നും, ഒന്നുകിൽ കൈക്കണക്ക് പട്ടികയിൽ നിന്നും എഴുതാം, അല്ലെങ്കിൽ ഒരു ആരോ ഇട്ടാലും മതി. ഫ്രം ദ ടേബിൾ 7992 സെന്റിമീറ്റർ വൃഷഭം ഉത്തമം. ഈ തന്ന ചുറ്റളവ് തന്നെ ഉത്തമമാണ്. അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ തന്നേക്കുന്ന നീളവും വീതിയും വാസ്തുമണ്ഡലത്തിൽ എടുക്കാം. കാരണം അത് രണ്ടുകൂടെ വെച്ചുള്ള ചുറ്റളവാണ് 7992. അപ്പം ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ആ നീളവും ആ വീതിയും തന്നെ വാസ്തുമണ്ഡലത്തിലെ നീളവും വീതിയായിട്ട് എടുക്കാം. അപ്പൊ വാസ്തുമണ്ഡലത്തിലെ നീളത്തിന് ക്യാപിറ്റൽ എൽ എന്നാണ്. അപ്പൊ ക്യാപിറ്റൽ എൽ ഈസ് ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നീളം 2196 സെന്റിമീറ്റർ. അപ്പൊ എൽ ഈക്വൽ ടു 2196, ബി ഈക്വൽ ടു 1800. കാരണം ഉത്തമമാണ്. 2196 1800 കൂട്ടി 2 കൊണ്ട് കുടിക്കുമ്പോൾ 7992 കിട്ടും. അത് വൃഷഭയോനിൽ ഉത്തമമായ അളവാണ്.
അപ്പൊ അത് തന്നെ നമുക്ക് വാസ്തു മണ്ഡലത്തിന്റെ നീളവും വീതിയായിട്ട് എടുക്കാം. ഇനി നമുക്ക് പരമാവധി നീളവും പരമാവധി വീതി കാണാൻ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. അതായത് LM എന്ന് പറഞ്ഞാൽ ഈ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ, അത് സ്മാൾ എൽ പറഞ്ഞാൽ വീടിന്റെയാണ്, സ്മാൾ ലെറ്റർ എൽ വീടിന്റെയാണ്, M മാക്സിമം ലെങ്ത് ആണ് LM സമം L മൈനസ്, ആദ്യം ആ ഫോർമുല എഴുതുക, L മൈനസ് L into 2/9 മൈനസ് L divided by 9 into 12 മൈനസ് 2 into G. അത് ശബ്ദം ഉണ്ടാക്കുന്നവര് മ്യൂട്ട് ചെയ്യുക. ആദ്യം ഈ ഫോർമുല എഴുതുക, എന്നിട്ട് എല്ലിന് പകരം 2196 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സമം എല്ലിന് പകരം 2196 മൈനസ് അടുത്തതിലും എല്ലിന് പകരം 2196 ഗുണം 2/9 മൈനസ് പിന്നെ വീണ്ടും ആ എല്ലിന് പകരം 2196 ഡിവൈഡഡ് ബൈ 9 ഗുണം 12 മൈനസ് 2 into G. അപ്പൊ ഇവിടെ ഗമനം എത്ര കൊടുക്കണം നിങ്ങൾ പറയാ? പടിഞ്ഞാറ്റിയാണ് അല്ലെ? പടിഞ്ഞാറ്റി ആകുമ്പോ ഗമനം എത്ര കൊടുക്കേണ്ടത്? 5. അങ്ങനെ നമ്മളെ ഗമന നിയമത്തിന്റെ ആ പടം എടുത്ത് നോക്കൂ. നേരത്തെ പറഞ്ഞത് വരില്ല. 17 നമുക്ക് 17 അല്ല, 17 ടെക്നിക്കാണ്. 9, 8, 1, 8, 9, 8, 17 എന്നുള്ളതൊക്കെ ടെക്നിക്കാണ്. ഇത് പടിഞ്ഞാറ്റിരിക്കാണ്. 1, 3, 5, 7. 1 തെക്കിനി, 3 കിഴക്കിനി, 3 2 5 വടക്കിനി, 5 2 7 പടിഞ്ഞാറ്റിനി. ഏറ്റവും കുറഞ്ഞ ഗമനം പടിഞ്ഞാറ്റി 7 ആണ്. 7 അങ്കുലമാണ്. അത് ഏറ്റവും കുറഞ്ഞ, പക്ഷെ നമ്മൾ ഏറ്റവും കുറഞ്ഞ പിന്നെ വീതി നീളമുണ്ട്. വീതിക്ക് കേൾക്കുക, ശ്രദ്ധിക്കുക, വീതിക്കും നീളത്തിനും ഒരേ ഗമനം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഈ 9 അങ്കുലം എന്നുള്ളത് ഏറ്റവും കുറഞ്ഞ ഗമനം. തെക്കിനി അതായത് അല്ല, പടിഞ്ഞാറ്റിക്ക് 7 അങ്കുലം എന്നുള്ള ഏറ്റവും കുറഞ്ഞ ഗമനം നമ്മള് ഇപ്പൊ ഈ നീളത്തിന് കൊടുത്താൽ വീതിക്ക് അതിൽ കൂടിയ ഗമനം കൊടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നീളത്തിന് എപ്പോഴും കൂടിയ അളവിന് കൂടിയ ഗമനം കൊടുക്കുക, കുറഞ്ഞ അളവിന് കുറഞ്ഞ അളവ് എടുക്കുക. പടിഞ്ഞാറ്റിലേക്ക് 5, 1, 3 അല്ല 7, 7, 8, 15 ഏറ്റവും കുറഞ്ഞ 2 ഗമനങ്ങള്, ഒന്ന് 7, ഒന്ന് 15 വേണം. അപ്പൊ അതിലും 15 കൂടിയത് ഗമനത്തിന്, 2 ഗമനത്തിലും കൂടിയ 15 ഇതിനകത്ത് കൊടുക്കുക നീളത്തിന്. അപ്പൊ ചെറിയ അളവ് വീതി കൊടുക്കാം, കുറഞ്ഞ 1800 കൊടുക്കാം. ഇത് 2196 കുറച്ച് കൂടിയ അളവാണ്. അപ്പൊ അതിൽ വലിയ, അപ്പൊ 2 into G എന്ന് പറയുന്നത് പടിഞ്ഞാറ്റിക്ക് ആയതുകൊണ്ട് 7, 8, 15 അപ്പൊ 1, 3, 5, 7, 7, 8, 15. അപ്പൊ 2 into 15 into 3 എന്ന് വരും. എങ്ങനെയാണ് 2 into 15 into 3 വരാൻ? 2 into G ആണ് ഗമനം. അവിടെ 2 into G എന്നാണ് ഫോർമുലയിൽ വരുന്നത്. ആ G എന്ന് പറഞ്ഞാൽ ഗമനം അങ്കുലത്തിലാണ്. അപ്പൊ 15 അങ്കുലം ഗമനം അങ്കുലമാണ്. അപ്പൊ അതിനെ സെന്റിമീറ്റർ ആക്കാൻ 3 കൊണ്ട് കുടിക്കുന്നു. കാരണം നമ്മൾ ബാക്കി എല്ലാ സെന്റിമീറ്ററാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് പരമാവധി നീളം കാണാനുള്ള ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് ആക്ച്വൽ വാല്യൂ വെച്ചിട്ട്. ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ഇങ്ങനെ എഴുതണം. എഴുതി കാണുന്ന വിചാരിക്കുന്നു എല്ലാവരും. സ്വന്തമായിട്ട് ചെയ്യാൻ വേണം. അപ്പൊ ഈക്വൽ ടു സമം 2196 മൈനസ്, ഇനി 2196 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഭാഗിക്കണം. എത്ര കിട്ടും നോക്കണം. ആരും ചെയ്തിട്ടെങ്കിൽ പറയാം. 488. ഇവിടെ സ്ക്രീനിൽ കാണാതെ 2196 മൈനസ് 488 വീണ്ടും മൈനസ്, അതിനകത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് 2196 ഡിവൈഡഡ് ബൈ 9 വീണ്ടും ഡിവൈഡഡ് ബൈ 12. 12 108 കൊണ്ട് ഡിവൈഡ്, 2196 108 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി. വരയ്ക്ക് താഴെ കാണുന്നതൊക്കെ ഡിവൈഡ് ചെയ്യാനാണ്, വരയ്ക്ക് മുകളിൽ കാണുന്നതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനാണ്. ഇപ്പൊ എത്ര കിട്ടും? 2096 ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 12. കിട്ടും 12.2 അല്ല, തെറ്റാണ്. 20.33 രണ്ട് സംഖ്യ വരെ കറക്റ്റ് ആയിട്ട് തരണം.
മൈനസ് 2 ഗുണം 15 ഗുണം 3 90. പിന്നെ ഇതൊക്കെ ചെയ്താൽ മതി. 2196 നിന്ന് 488 കുറയ്ക്കണം, അതിൽ നിന്ന് 20.33 കുറയ്ക്കണം, അതിൽ 90 കുറയ്ക്കണം. അപ്പൊ എത്രയാണ് ആൻസർ കിട്ടുന്നത് നോക്കുക. എത്ര കിട്ടും? 1597.67 സമം 1597.67 സെന്റിമീറ്റർ. ഇതാണ് പരമാവധി നീളം, ഡബിൾ ലൈൻ. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു, പരമാവധി നീളം കണ്ടുപിടിച്ച് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. ആ ഫോർമുല അറിയണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനും അറിയണം. അടുത്ത പരമാവധി വീതി കണ്ടുപിടിക്കണം, BM. അതിന്റെ ഫോർമുല എഴുതുക. അപ്പോൾ അവിടെ എല്ലിന് പകരം B എഴുതും. B മൈനസ് B into 2/9 മൈനസ് B divided by 9 into 12 മൈനസ് 2 into G. ആ ഫോർമുല എഴുതുക. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. B 1800 ആണ്. സ്മാൾ ബി കഴിഞ്ഞ മാക്സിമം വിട്ടാണ്, പരമാവധി വീതിയാണ്. ചെയ്തിട്ട് പറയാം. കറക്റ്റ് സ്റ്റെപ്പ് എഴുതി പോണം, ഓരോ ലൈനായിട്ട് എഴുതി പോണം. ചെയ്ത് കഴിയുമ്പോൾ പറയാം. 1341 നോക്കട്ടെ. അപ്പൊ അത് ചെയ്യേണ്ടത് B മൈനസ് ബിക്ക് വരെ 1800 ആണ്. അപ്പൊ 1800 മൈനസ് B into 2/9 1800 മൾട്ടിപ്ലൈഡ് ബൈ 2 ആ സ്റ്റെപ്പ് അതുപോലെ എഴുതി പോണം. പ്രത്യേകം ശ്രദ്ധിക്കുക. 1800 ഗുണം 2/9 മൈനസ് 1800 ഡിവൈഡഡ് ബൈ താഴെ 9 into 12. 1800 ഡിവൈഡഡ് ബൈ 9 ഡിവൈഡഡ് ബൈ 12 മൈനസ് 2 into G. ഇവിടെ G എത്രയാണ് കൊടുക്കേണ്ടത്? പടിഞ്ഞാറ്റിക്ക് നമ്മൾ 7 15 നേരത്തെ കൊടുത്തു. അപ്പൊ ഇവിടെ 7 കൊടുക്കണം. 2 into 7 into 3 7 അങ്കുലമാണ്. അതിനെ സെന്റിമീറ്റർ ആക്കണം, 3 കൊണ്ട് ഗുണിക്കണം. ഇതും അതുപോലെ ചെയ്ത് നോക്കുക. ആൻസർ എത്രയാണ് കിട്ടിയത്? ആരും ചെയ്തല്ലോ, പറഞ്ഞല്ലോ. 1341.33 കിട്ടും. കറക്റ്റ്. അതല്ല കിട്ടിയെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് എന്റെ സ്റ്റെപ്പ് കൂടെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പരമാവധി നീളവും പരമാവധി വീതിയും. ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഒരു കണക്ക് നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഹോംവർക്ക് 1-2 തരാം, വീട്ടിൽ പോയി ചെയ്ത് നോക്കാം. ഇത് കംപ്ലീറ്റ് എഴുതിയല്ലോ. ആരും എഴുതാറുണ്ടോ ഇനി? ഓക്കെ. ഇത് നമ്മൾ ചെയ്തതാണ്. 2 അടുത്ത ക്വസ്റ്റ്യൻ 2A. തെക്ക് വടക്ക് 48 കോൽ 12 അങ്കുലം നീളവും, തെക്ക് വടക്ക് 48 കോൽ 12 അങ്കുലം നീളവും, കോമ കിഴക്ക് പടിഞ്ഞാറ് 39 കോൽ 10 അങ്കുലം വീതിയുള്ളതും, തെക്ക് വടക്ക് 48 കോൽ 12 അങ്കുലം നീളവും, കിഴക്ക് പടിഞ്ഞാറ് 39 കോൽ 10 അങ്കുലം വീതിയുള്ളതും, കോമ വടക്ക് വശത്ത് റോഡുള്ളതുമായ ഒരു വസ്തുവിൽ ചെയ്യാവുന്ന ഗ്രഹത്തിന്റെ പരമാവധി നീളവും വീതിയും കാണുക. ഇവിടെ തെക്കുവടക്കുള്ള അളവും കിഴക്ക് പടിഞ്ഞാറുള്ള അളവും കോലമ്പലത്തിലാണ് തന്നിരിക്കുന്നത്. അതിനെ സെന്റിമീറ്റർ ആക്കണം. അതുപോലെ വടക്കുവശത്ത് റോഡെന്ന് പറയുമ്പം
വീടിന് എങ്ങനെയാ നമ്മൾ ആ വീടിനെ പറയുന്നത്? വടക്കുവശ റോഡെന്നുള്ള ഒരു മരം എന്ത് പറയണ്ടേ? തെക്കിനി. അപ്പം വീട് തെക്കിനിയാണ്. അത് പിന്നെ തെക്ക് വടക്ക് നീളവും കിഴക്ക് പടിഞ്ഞാറ് നീളവും വാസ്തു മണ്ഡലത്തിന്റെ തന്നിട്ടുണ്ട്. വാസ്തു മണ്ഡലത്തിനാണ് തന്നേക്കുന്നത്. അപ്പൊ ആ വാസ്തുമണ്ഡലത്തിൽ ചെയ്യാവുന്ന വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കാണണം. ഇതിന്റെ ആദ്യത്തെ 1-2 സ്റ്റെപ്പ് മാത്രം ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലേ പറയണം. ഇവിടെ ഈ ക്വസ്റ്റ്യനില് 48 കോൽ 12 അங்குലമാണ് നീളം. അതിനെ സെന്റിമീറ്റർ ആക്കണം. 3492 സെന്റിമീറ്റർ. അതുപോലെ വീതി 39 കോൽ 10 അங்குലമാണ്. അതിനെ സെന്റിമീറ്റർ ആക്കണം. ചെയ്തില്ലേ? 2838 സെന്റിമീറ്റർ. അപ്പം 3492 സെന്റിമീറ്റർ നീളവും 2838 സെന്റിമീറ്റർ വീതിയുമാണ് ഒരു വസ്തുവാണ്. അപ്പൊ അതിന് ചുറ്റളവ് കാണും. ഒരു ചുറ്റളവ് സമം എന്ന് പറഞ്ഞാൽ ആ ചുറ്റളവ് എഴുതണം. എല്ലാവർക്കും കിട്ടിയോ? 12,660 സെന്റിമീറ്റർ. അത് നമ്മള് പിന്നെ കൈക്കണക്ക് പട്ടിക നോക്കിയിട്ട്, അല്ല ഇത് കൈക്കണക്ക് പട്ടിയല്ല, ഈ രണ്ടോ കൂട്ടി 2 കൊണ്ട് ഗുണിക്കണം. 3498 2838 കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് 12,660 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ ഏതൊക്കെ യോനിയാകാം? ഇവിടെ സിംഹയോനി അത്യുത്തമവും ധ്വജയോനി ഉത്തമവും അല്ലെ? അതറിയാം. സിംഹയോനി അത്യുത്തമവും. അപ്പൊ നമുക്ക് ആകാവുന്ന ഇതിൽ താഴെയുള്ള 12,660 കൂടാൻ പാടില്ല, അത്രേ ഉള്ളൂ ചുറ്റളവ് ആകെ ഉള്ളത്. അപ്പൊ അതിൽ കൂടാതുള്ള ഉത്തമമായ യോനി കണ്ടുപിടിക്കുക, ഉത്തമമായ അളവ് കണ്ടുപിടിക്കുക. നമുക്ക് അനുയോജ്യമായ അളവ് കണ്ടുപിടിക്കാം കൈക്കണക്ക് പട്ടിയെന്ന്. അത് ധ്വജയോനി അല്ലെങ്കിൽ സിംഹയോനിയിലുള്ള അളവ് കണ്ടുപിടിക്കുക. അതിന് മുമ്പായിട്ടുണ്ട് 12,552 സിംഹമുണ്ട്. പക്ഷെ അത് അധമമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കണ്ട, അധമം കഴിയുന്ന എടുക്കാതിരിക്കുക. 12,456 അല്ലെ? അല്ല 12,504 ധ്വജം ഉത്തമം. ആരോടുക? ആരോടിന്റെ അർത്ഥം ഫ്രം ദ ടേബിൾ അല്ലെങ്കിൽ കൈക്കണക്ക് പട്ടികയിൽ നിന്നാണ് എഴുതണം. 12,504 ധ്വജം ഉത്തമം. അപ്പൊ ഇതാണ് നമ്മുടെ വാസ്തു മണ്ഡലത്തിന് ചുറ്റളവായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ 12,660 ഉണ്ടെങ്കിലും അത്രയും എടുക്കുമ്പോൾ ഉത്തമം അല്ലാത്തതുകൊണ്ട് അതിൽ താഴെയുള്ള ഉത്തമമായ അളവ് നമ്മുടെ തെക്കിനിക്ക് അനുയോജ്യമായിട്ടുള്ള, അത് വടക്കുവശത്ത് റോഡിലാകുമ്പോൾ തെക്കിനിക്ക് അനുയോജ്യമായിട്ടുള്ള ചുറ്റളവാണ് 12,504 ധ്വജയോനി ഉത്തമമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത പിന്നെ നീളോപീതിയും കാണണം. അപ്പൊ അതായത് ഇവിടെ ഈ ചുറ്റളവ് നമ്മുടെ വ്യത്യാസം കാണണം. ചുറ്റളവിലുള്ള വ്യത്യാസം എത്രയാണെന്ന് കണ്ടുപിടിക്കും. അത് 12,660 12,504 കുറയ്ക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരുന്ന ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചത് 12,660 ആണ്. നീളവും വീതിയും കൂട്ടി 2 കൊണ്ട് പിടിച്ചു. ഉത്തമമായിട്ടുള്ളത് 12,504 ആണ്. അപ്പൊ അത് നമ്മുടെ വ്യത്യാസം കാണണം. എത്ര കിട്ടും? ചെയ്തില്ലായിരുന്നു? 156 സെന്റിമീറ്റർ. ഇത് ചുറ്റളവിലുള്ള വ്യത്യാസമാണ്. അപ്പൊ നീളം പ്ലസ് വീതിയിലുള്ള, നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്.
ആ ചുറ്റളവ് ഈ വ്യത്യാസം വരുമ്പം നീളവും വീതിയും തമ്മിലുള്ള നീളം പ്ലസ് വീതിയിലുള്ള വ്യത്യാസം ഇതിനെ രണ്ടുകൊണ്ട് ഭാഗിക്കണം. അപ്പൊ അടുത്ത ലൈന് നമ്മൾ എഴുതേണ്ടത് നീളം പ്ലസ് വീതിയിലുള്ള വ്യത്യാസം. നീളം പ്ലസ് വീതി ബ്രാക്കറ്റിൽ ഇട്ടിട്ട് നീളം പ്ലസ് വീതിയിലുള്ള വ്യത്യാസം ഇതിന്റെ പകുതിയായിരിക്കും. 156/2 = 78 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ 78 നീളം പ്ലസ് വീതിയിൽ 78 സെന്റിമീറ്റർ കുറയ്ക്കണം. അപ്പോൾ നീളത്തിൽ കുറയ്ക്കണോ വീതി കുറയ്ക്കണോ അതൊക്കെ സൈറ്റ് കണ്ടീഷൻ അനുസരിച്ച് ചെയ്യാം. ഒന്നുകിൽ 78 നീളത്തിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ 78 വീതി കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിന്റെ പകുതി 39 സെന്റിമീറ്റർ നീളത്തിലും 39 സെന്റിമീറ്റർ വീതിയിലും കുറയ്ക്കാം, അല്ലെങ്കിൽ 70 നീളത്തിലും 8 വീതിയിലും കുറയ്ക്കാം. നീളത്തിലും വീതിയിലും കൂടെ കുറയ്ക്കുന്ന ആകെ 78 ആകാം. അപ്പൊ അത് എങ്ങനെ വേണമെന്നുള്ള സൈറ്റ് കണ്ടീഷനൊക്കെ അനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ 78 നീളത്തിൽ കുറയ്ക്കുന്നു. കാരണം 78 നീളത്തിൽ കുറച്ചു കഴിഞ്ഞാല് ഈ വസ്തുവിന്റെ ആകൃതി അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിന്റെ ആകൃതി സമചതുരത്തോട് അടുക്കും. ആ വ്യത്യാസം നീളവും വീതിയും തമ്മിലുള്ള വ്യത്യാസം കുറയും തോറും പുരയിടം സമചതുരത്തിനോട് അടുക്കും. അപ്പൊ നീളത്തില് 3492 78 കുറയ്ക്കാം. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് വാസ്തുമണ്ഡലത്തിലെ നീളം എന്ന് പറയുന്നത് 3492 മൈനസ് 78. നീളം പ്ലസ് വീതിയിലുള്ള വ്യത്യാസമാണ് 78. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3414 സെന്റിമീറ്റർ കിട്ടും. അതാണ് വാസ്തുമണ്ഡലത്തിന്റെ നീളം. അടുത്തത് വാസ്തുമണ്ഡലത്തിന്റെ വീതി. നമ്മൾ കംപ്ലീറ്റ് 78 നീളത്തിൽ തന്നെ കുറച്ചുകൊണ്ട് വീതി ഒന്നും കുറയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പൊ 2838 തന്നെ കിട്ടും. എന്തെങ്കിലും സംശയമുണ്ടായി ചെയ്തതിനകത്ത് വാസ്തുമണ്ഡലത്തിന്റെ നീളവും വീതിയും കണ്ടു. നേരത്തെ കഴിഞ്ഞതിനകത്താണ് അത് ആവശ്യം വന്നില്ല. കാരണം തന്ന അളവ് തന്നെ ഉത്തമമായിരുന്നു. ഇവിടെ തന്ന അളവ് ഉത്തമം അല്ലെങ്കിൽ ഇതുപോലെ കണ്ടുപിടിക്കണം. ഉത്തമമായുള്ള വാസ്തുമണ്ഡലത്തിന്റെ അളവുകൾ കണ്ടുപിടിക്കണം. അത് ക്ലിയർ ആയി കാണുന്ന വിചാരിക്കുന്നു. അപ്പോൾ വാസ്തുമണ്ഡലത്തിലെ നീളം 3414 സെന്റിമീറ്ററും വാസ്തുമണ്ഡലത്തിലെ വീതി 2838 സെന്റിമീറ്റർ ഉത്തമമാണ്. നേരത്തെ നമ്മൾ ത്വജീവനി ഉത്തമമാണ്. അപ്പൊ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 12504 ഉത്തമമായിട്ടുള്ള ചുറ്റളവ്. എല്ലാം ആരോ മ്യൂട്ട് ചെയ്തിട്ടില്ല. ശബ്ദം കേൾക്കാം. എല്ലാം എന്ന് പറയുമ്പോൾ പരമാവധി നീളം, വീടിന്റെ പരമാവധി നീളം നേരത്തെ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫോർമുല. അപ്പൊ അതിന്റെ ആൻസറാണ് ഞാൻ ഈ തന്നേക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കണം. ഈ ആൻസർ കിട്ടുമെന്ന് നോക്കണം. ഇത് തന്നിരിക്കുന്നത് എന്റെ ആൻസറാണ്. ഇത് ചെയ്തിട്ട് ഈ ആൻസർ നിങ്ങൾക്ക് കിട്ടുമെന്ന് നോക്കണം. ഈ ആൻസർ കിട്ടിയില്ലെങ്കിൽ എവിടെയാണ് തെറ്റിയെന്ന് നോക്കുക. കറക്റ്റായിട്ട് ചെയ്താൽ ഈ ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി ചെയ്ത് നോക്കുക. ഈ ആൻസർ കിട്ടുമോ നോക്കുക. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഒരു ഹോംവർക്ക് കൂടെ തരാം. ഇത് എഴുതിയല്ലോ എല്ലാവരും? ഈ ആൻസർ എഴുതിയല്ലോ? എഴുതിയില്ലെങ്കിൽ പറയണം. ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. ഇനി ഒരു ഹോംവർക്ക് കൂടെ തരാം. അപ്പൊ ഇത് ഒരെണ്ണം ചെയ്താൽ മതി. അഡ്വാൻസ് കോസ്റ്റുള്ള ഇതാണ്. അപ്പോൾ ഈ ഒരെണ്ണം നാളെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ചെയ്തുകൊണ്ട് വരിക. അപ്പൊ നമ്മൾ പരമാവധി നീളവും പരമാവധി വീതിയും കഴിഞ്ഞു. അടുത്ത നമുക്ക് ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും. ഈ ഹെഡിങ് എഴുതിക്കോളൂ. ഉത്തമമായ നീളം, പരമാവധി നീളവും വീതിയും കഴിഞ്ഞു. അടുത്ത ഉത്തമമായ നീളവും വീതിയും.
കെട്ടിടത്തിന്റെ ഉത്തമമായ നീളവും വീതിയും കാണുന്നതിന് 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. കെട്ടിടത്തിന്റെ ഉത്തമമായ നീളവും വീതിയും കാണുന്നതിന് 4 കാര്യങ്ങൾ പരിഗണിക്കണം. അതായത് 1, വിസ്തീർണം. കാരണം വിസ്തീർണം കുറവാണെങ്കിൽ നീളവും വീതിയും കുറവായിരിക്കും. ഇപ്പൊ 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണം ഉള്ളെങ്കിൽ നീളവും വീതി 10,000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട് വേണമെങ്കിൽ അതനുസരിച്ച് നീളവും വീതിയും കൂടും. അപ്പൊ വിസ്തീർണം അനുസരിച്ച് നീളവും വീതിയും മാറും. പിന്നെ രണ്ടാമത് ചുറ്റളവ്, ഉത്തമമായ ചുറ്റളവ് വേണം. വയാധിക ദോഷം ഉണ്ടാകാൻ പാടില്ല, മരണം ചുറ്റി വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അങ്ങനെ നല്ല ചുറ്റളവ് വേണം. യോനി കറക്റ്റ് ആയിരിക്കണം. ഏത് ദിശയിലോട്ടാണോ വീട് വയ്ക്കുന്നത് അതിന് അനുയോജ്യമായ യോനി ആയിരിക്കണം. ആയത്തേക്കാൾ വ്യയം കുറവായിരിക്കണം. ഇതെല്ലാം ചുറ്റിനകത്ത് വരുന്നതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ നോക്കി വേണം ഉത്തമമായ നീളവും വീതിയും കാണാൻ. പിന്നെ ഗുണാംശ വിസ്താരം, മൂന്നാമത്തത്. ഗുണാംശ വിസ്താരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ, നമ്മൾ ഉത്തമമായ അളവ് കണ്ടുപിടിക്കുമ്പോൾ നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 കിട്ടുന്നത് പാദാധികം. അതാണ് ഏറ്റവും നല്ലത്. 1 കിട്ടിയാൽ സമതലം, 1.25 കിട്ടിയാൽ പാദാധികം, 1.5 കിട്ടിയാൽ അർത്ഥാധികം, 1.25 കിട്ടിയാൽ 1.25 മുതൽ 2 താഴെ വരെ കിട്ടിയാൽ പാദോനം. പാദോനം ഏറ്റവും മോശമാണ്, പാടില്ല, അത് പിന്നെ നിഷിദ്ധമാണ്. അപ്പൊ അത് നോക്കണം. അപ്പൊ വിസ്തീർണം, ചുറ്റളവ്, ഗുണാംശ വിസ്താരം. 4ാമത്തെ പദയോനി തത്വം. എന്താണ് പദയോനി തത്വം? 2 കാര്യങ്ങളുണ്ട്, നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ളതാണ്. അതായത് ചുറ്റളവും, ഒരു വീടിന്റെ ചുറ്റളവും ആ വീടിന്റെ നീളവും വീതി എല്ലാം ഒരേ യോനിയാണെങ്കിൽ, അത് ചുറ്റളവും ധ്വജയോനി, നീളവും വീതി എല്ലാം ധ്വജയോനി, അല്ലെങ്കിൽ ചുറ്റളവ് സിംഹയോനി, നീളവും വീതി എല്ലാം സിംഹയോനി. അത് നീളവും വീതിയും ചുറ്റളവും എല്ലാം ഒരേ യോനിയാണെങ്കിൽ അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നാണ് വാസ്തുശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരേ യോനി, അതാണ് പദയോനി തത്വം എന്ന് പറയുന്നത്. പിന്നെ നീളത്തെ ആയാലും വീതി ആയാലും 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന അളവ് കഴിയുന്നതും മരണം ചുറ്റും പാടില്ല. അത് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നീളം, വീടിന്റെ നീളം, വീടിന്റെ വീതി, വീടിന്റെ ചുറ്റളവ് എല്ലാം ഒരേ യോനിയായിരിക്കണം. അപ്പൊ ഈ 4 കാര്യങ്ങൾ പരിഗണിച്ച് വേണം ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന്റെ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണാൻ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. 2196 സെന്റിമീറ്റർ നീളവും 1800 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തുമണ്ഡലത്തിൽ 2196 സെന്റിമീറ്റർ നീളവും 1800 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തുമണ്ഡലത്തിൽ താഴത്തെ നില 1750 സ്ക്വയർ ഫീറ്റിൽ, താഴത്തെ നില 1750 1750 സ്ക്വയർ ഫീറ്റിൽ കൂടാതെ വയ്ക്കാവുന്ന 1750 സ്ക്വയർ ഫീറ്റിൽ കൂടാതെ വയ്ക്കാവുന്ന പടിഞ്ഞാറ്റിനിയായുള്ള വീടിന്റെ ഉത്തമമായ നീളവും വീതിയും കാണുക. ഉത്തമമായ നീളവും വീതിയും കാണുക. അപ്പൊ ഇവിടെ സ്ക്വയർ ഫീറ്റ് തന്നിട്ടുണ്ട്. അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള വീടിന്റെ നീളവും വീതിയും കാണണം. ആ സ്ക്വയർ ഫീറ്റ് ഈ കൂടാതുള്ളതാണ്. 1750 കൂടാൻ പാടില്ല. കുറച്ച് കുറഞ്ഞാലും സ്ഥലം അങ്ങനെ കൂടാൻ പാടില്ല. അതാണ് ഒരു കണ്ടീഷൻ. കൂടാതെ വയ്ക്കാവുന്ന വീട് പടിഞ്ഞാറ്റിനെയാണ്. വാസ്തു മണ്ഡലത്തിന് നീളവും വീതി തന്നിട്ടുണ്ട്. വാസ്തു നീളവും വീതി ശരിക്ക് പരമാവധി നീളവും വീതിയും കാണാനേ ആവശ്യമുള്ളൂ. പരമാവധി നീളവും വീതിയും കൂടാൻ പാടില്ല എന്നുള്ളത് പിന്നെ അതിനെ നോക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ എ, സ്മോൾ ലെറ്റർ എ ആണ്. അപ്പൊ ഏരിയ ഓഫ് ദി ഹൗസ്, വീടിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്. ഏരിയ നമുക്കറിയാം L/B ആണ്. നീളത്തെ വീതി കൊണ്ട് ഗുണിക്കുമ്പോൾ വിസ്തീർണം കിട്ടും. L/B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഏരിയ. അതിവിടെ 1750 ആണ് തന്നിട്ടുണ്ട്. 1750 കൂടാൻ പാടില്ല. 1750 സ്ക്വയർ ഫീറ്റ്. എല്ലാവരും എഴുതി കാണുന്ന വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ L/B. അപ്പം നമ്മള് ഗുണാംശ തത്വപ്രകാരം
വീതിയുടെ 1.25 ഇരട്ടി നീളമാണ് ഏറ്റവും നല്ലത്. അപ്പൊ എല്ലിന് പകരം 1.25 ഇൻറ്റു ബി എന്ന് എഴുതാം. എൽ ഇൻറ്റു ബിക്ക് പകരം ആ എല്ലിന് പകരം വീതിയുടെ 1.25 ഇരട്ടി നീളം, അതായത് പാദാധികം വീടുകൾക്ക് ഉത്തമമായതുകൊണ്ട് നമുക്ക് എൽ എന്നുള്ളതിന് പകരം 1.25 ബി എന്ന് എഴുതാം. അപ്പൊ എല്ലിന് പകരം 1.25 ബി എഴുതും. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ നേരെ നേരെ എഴുതി പോവുകയാണ്. പക്ഷെ നിങ്ങൾക്ക് താഴോട്ട് എഴുതിയാൽ മതി, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും വായിക്കുമ്പോൾ. 1.25 ഇൻറ്റു ബി, എല്ലിന് പകരം നമ്മൾ 1.25 ഇൻറ്റു ബി എന്ന് എഴുതി. വീണ്ടും ഒരു ഇൻറ്റു ബി അവിടെ ഉണ്ട്, എൽ ഇൻറ്റു ബി ആണ്. അപ്പൊ അത് വീണ്ടും ഒരു ഇൻറ്റു ബി വരും, സമം 1750. ഈ സ്റ്റെപ്പ് സംശയമില്ലെന്ന് വിചാരിക്കുന്നു. അതായത് 1.25 ഇൻറ്റു ബി ഇൻറ്റു ബി, ബി ഇൻറ്റു ബി ബി സ്ക്വയർ ആണ്. അപ്പൊ 1.25 ഇൻറ്റു ബി സ്ക്വയർ ഈക്വൽ ടു 1750. 1.25 മൾട്ടിപ്ലൈഡ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1750 എന്ന് കിട്ടും. അപ്പൊ അതിന് ബി സ്ക്വയർ സമം 1750 ഡിവൈഡഡ് ബൈ 1.25. അപ്പൊ അത് ഡിവൈഡ് എത്ര കിട്ടും നോക്കുക. ആൻസർ കിട്ടിയിട്ട് പറയുക. 37.42. അങ്ങനെ കിട്ടും ആണോ? അത് സ്ക്വയർ റൂട്ട് എടുത്തോ. ഞാൻ 1750 ബൈ 1.25 എത്രയാണ്? 1400. അത് ബി സ്ക്വയർ ആണ്. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1400. അടുത്ത സ്റ്റെപ്പ് അത് സ്റ്റെപ്പ് വൈസ് ചെയ്യാം. അപ്പം ബി സമം സ്ക്വയർ റൂട്ട് ഓഫ് 1400. 1400 സ്ക്വയർ റൂട്ട് കാണുക. അപ്പം 37.42 ഫീറ്റ് എന്ന് വരും. അത്ര അടിയാണ്, കാരണം സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ അത് അടിയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ സെന്റിമീറ്റർ ചെയ്യുന്നതുകൊണ്ട് സെന്റിമീറ്റർ ആക്കണം. അപ്പോൾ സെന്റിമീറ്റർ ആക്കണമെങ്കിൽ 37.42 30.48 കൊണ്ട് ഗുണിക്കണം. കാരണം 30.48 സെന്റിമീറ്റർ ആണ് ഒരടി. 37.42 അടിയെ സെന്റിമീറ്റർ ആക്കാൻ 37.42 ഇൻറ്റു 30.48 മാത്രം കിട്ടും നോക്കുക. കിട്ടിയില്ലേ? സ്റ്റെപ്പ് ചെയ്യുന്നതിന് സംശയം ഉണ്ടെങ്കിൽ പറയണം. ഇത് കാൽക്കുലേറ്റർ ഉണ്ട്, ഇപ്പൊ എപ്പോഴും ചെയ്ത് 37.42 ഗുണം 30.48 1140.46. 1240.56 ആണ്. 1240.46 അല്ല, 56 ആണ്. അപ്പൊ നമുക്ക് ബി കിട്ടി, സ്മാൾ ബി. അതായത് വീടിന്റെ വീതി 1140.56 വീതി കിട്ടി. അത് ഏരിയയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഈ നീളം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നീളം വീതിയുടെ 1.25 ഇരട്ടിയാണ്. അപ്പൊ എൽ സമം ഈ 1140.56 ഇൻറ്റു 1.25 അല്ലെങ്കിൽ 1.25 ഇൻറ്റു ബി എൽ എന്ന് പറഞ്ഞാൽ. കാരണം ഗുണാംശ വിസ്താര പ്രകാരം വീതിയുടെ 1.25 ഇരട്ടി നീളമാണ് ഏറ്റവും നല്ലത്, പാദാധികം. അപ്പൊ എൽ സമം 1.25 ഇൻറ്റു ബി സമം 1.25 ഇൻറ്റു 1240.56. ബിക്ക് പകരം അതിന്റെ വാല്യൂ എഴുതുന്നു. എത്ര കിട്ടും നോക്കുക. പോയിന്റ് 2 സ്ഥാനം വരെ പോയിന്റ്. ഇവിടെ ഒരു സ്ഥാനം ഉള്ളൂ, മറ്റേ 0 ആണതുകൊണ്ട് വേണ്ട. 1425.7 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമുക്കൊരു നീളവും വീതിയും കിട്ടി. നീളം 1425.7 സെന്റിമീറ്റർ, വീതി 1140.56 സെന്റിമീറ്റർ. പക്ഷെ ഇത് ഉത്തമമാവണമെന്നില്ല, ഇതിന്റെ ചുറ്റളവ് ഉത്തമമാവണമെന്നില്ല. അപ്പൊ നമുക്ക് ഈ നീളവും വീതിയും ഉള്ളതുകൊണ്ട് ഈ നീളവും വീതിയും ആണെങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ നീളവും വീതി ആണെങ്കിൽ ചുറ്റളവ്. അപ്പൊ അടുത്ത ലൈനില് ഇത് എഴുതി കാണുന്ന വിചാരിക്കുന്നു. സ്മാൾ ലെറ്റർ പി, പി മീൻസ് പെരിമീറ്റർ, ചുറ്റളവ്. സ്മാൾ ലെറ്റർ പി ആയതുകൊണ്ട് വീടിന്റെ ചുറ്റളവ്. നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുക. എൽ പ്ലസ് ബി ഇൻറ്റു 2. വീടിന്റെ ചുറ്റളവ് പെരിമീറ്റർ സ്മാൾ പി ഈക്വൽ ടു എൽ സ്മാൾ എൽ പ്ലസ് സ്മാൾ ബി ബ്രാക്കറ്റിനകത്ത് വെളിയിൽ മൾട്ടിപ്ലൈഡ് ബൈ 2. അതായത് അതിന്റെ വാല്യൂ എല്ലിന് വരെ 1425.7, ബിക്ക് വരെ 1140.56. അത് അതിന്റെ പെരിമീറ്റർ കാണുക, അത് ചുറ്റളവ് കാണുക. 5132.52. 5132 എല്ലാരും ചെയ്യണം.
അല്ലെങ്കിൽ കേട്ടം കഴിഞ്ഞാൽ പോരെ 5132.52 സെന്റിമീറ്റർ ആണ് പെരിമീറ്റർ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെ യോനിയാകാം? പെരിമീറ്റർ ചുറ്റളവ് ഏതൊക്കെ യോനിയാകാം? എവിടെ ഏതാ തന്നേക്കുന്നത് നോക്കൂ. ക്വസ്റ്റ്യനില് എന്തോ തന്നേക്കുന്നത്? പടിഞ്ഞാറ്റി തന്നേക്കുമ്പോ നമുക്ക് ഏതൊക്കെ യോനിയാകാം? ഋഷഭയോനി അത്യുത്തമം, ധ്വജം, സിംഹം, ഗജം യോനി ഉത്തമമാണ്. അപ്പൊ ഇതിൽ താഴെയുള്ള 5132.52 കൂടാതുള്ള നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരളവ്, അനുയോജ്യമായ യോനിയിലുള്ള ഒരളവ് ഈ പിന്നെ കൈക്കണക്ക് പട്ടികയെന്ന് കണ്ടുപിടിക്കുക. അയ്യായിരത്തി 5112 വൃഷഭയോനി ഉത്തമം. ഫ്രം ദ ടേബിൾ ആരോ ഇടുക. 5112 സെന്റിമീറ്റർ വൃഷഭയോനി ഉത്തമം. എല്ലാവരും കിട്ടിയത്? അത് സംശയം ഉണ്ടെങ്കിൽ പറയാം. ഇപ്പൊ നമ്മൾ ചുറ്റളവ് കണ്ടുപിടിച്ചു, വീടിന്റെ ചുറ്റളവ് കണ്ടുപിടിച്ചു. ഇനി ഈ ചുറ്റളവിന് യോജിച്ച നീളവും വീതിയും കാണണം. ആദ്യം തന്ന നീളവും വീതിയും 1425.7 നീളവും 1140.56 വീതി എടുത്താൽ 5132 ചുറ്റളവ് വരുന്നത്. അത് ഉത്തമമല്ല. നമുക്ക് ഉത്തമമായ ചുറ്റളവ് അതിന് കണ്ടുപിടിച്ചു നമ്മൾ, അതിൽ കൂടാതുള്ള. അപ്പൊ ഈ ചുറ്റളവിന് അനുയോജ്യമായ നീളവും വീതിയും ഇനി കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ L+B/2 ആണ്. സ്മാൾ L + B. ഇപ്പം വീടിന്റെ നീളം പ്ലസ് വീടിന്റെ വീതി മൾട്ടിപ്ലൈഡ് ബൈ 2 ആണ്. അത് നമ്മൾ 5112 ആണെന്ന് കണ്ടുപിടിച്ചു ചുറ്റളവ്. അപ്പൊ ഇത് എല്ലും ബിയും കാണണം. നമുക്കറിയാം L എന്ന് പറഞ്ഞാൽ ഗുണാംശ വിസ്താര പ്രകാരം വീതിയുടെ 1/4 ഇരട്ടിയാണ് L. അപ്പൊ ഇവിടെയും എല്ലിന് പകരം 1/4 B എന്ന് എഴുതാം. L+B എല്ലിന് പകരം 1/4 B. അപ്പം 1/4 × B, അതായത് എല്ലിന് പകരമാണ്. ആ ബ്രാക്കറ്റിനകത്ത് അവസാനിക്കുമ്പോൾ 1.25 × B എല്ലിന് പകരം. പിന്നെ ഒരു +B ഉണ്ട്, അതുപോലെ എഴുതണം. അത് ബ്രാക്കറ്റിനകത്ത് ഇട്ട് ബ്രാക്കറ്റിന് വലിയൊരു മൾട്ടിപ്ലൈഡ് ബൈ 2, അതെല്ലാം അതുപോലെ എഴുതുക. അതാണ് 5112 ചുറ്റളവ്. അപ്പൊ ഇവിടെ 1.25 × B + B. 1.25 × B എന്ന് പറഞ്ഞാൽ 1/4 B ആണ്. പ്ലസ് B എന്ന് പറഞ്ഞാൽ 1 B ആണ്. വെറും B എന്ന് പറഞ്ഞാൽ 1 B ആണ്. ഇവിടെ 1/4 Bയും 1 Bയും കൂടെ കൂട്ടണം. നമുക്കറിയാം 1/4 രൂപയും 1 രൂപയും കൂടെ കൂട്ടിയാൽ 2.25 രൂപ കിട്ടും. അതിൽ 1/4 Bയും 1 Bയും കൂടെ കൂട്ടുമ്പോൾ 2.25 B കിട്ടും. അപ്പൊ ബ്രാക്കറ്റിനകത്ത് 2.25 B എന്ന് വരും. പിന്നെ × 2 ഉണ്ട്. 2.25 × B അത് ബ്രാക്കറ്റിനകത്തുള്ള മാറുമ്പോൾ പിന്നെ × 2 വെളിയിലുണ്ട്. ഇത് 5112 ആണ്. അപ്പൊ ഇവിടെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലായില്ലെങ്കിൽ ഇവിടെ 2.25 × B × 2. അപ്പൊ 2.25 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4.5 കിട്ടും. അപ്പൊ 4.5 × B = 5112. ഈ സ്റ്റെപ്പ് ക്ലിയർ ആയി കാണുകയായിരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് B = 5112 / 4.5. എത്ര കിട്ടും? 1136 സെന്റിമീറ്റർ. അപ്പൊ ഇനി നമുക്ക് പതിയോനി തത്വം ഇതിനെ അപ്ലൈ ചെയ്തില്ല. പതിയോനി തത്വപ്രകാരം നല്ലതായിരിക്കണം. അപ്പൊ അതായത് നമുക്ക് ചുറ്റളവ് കണ്ടുപിടിച്ചത് വൃഷഭയോനിയാണ്. 5112 വൃഷഭയോനിയാണ് ചുറ്റളവ്, ഉത്തമമായ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പൊ ചുറ്റളവ് വൃഷഭമാണ്. അപ്പൊ നീളവും വീതിയും ചുറ്റളവും എല്ലാം ഒരേ യോനി ആയിരിക്കണം. അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പൊ ചുറ്റളവ് വൃഷഭയോനി ആയതുകൊണ്ട് ഈ നീളവും വീതിയും നമുക്ക് വൃഷഭയോനി കണ്ടുപിടിക്കാം. അപ്പൊ ഇതിപ്പോ 1136 സെന്റിമീറ്റർ കിട്ടും. നമുക്ക് വൃഷഭയോനിയിലുള്ള നീളവും വീതി അറിയണമെങ്കിൽ ഇവിടെ പിന്നെ കൈക്കണക്ക് പട്ടികയ്ക്ക് മുമ്പ് പതിയോനി പട്ടിക എന്ന് പറയണമുണ്ട്. അത് നോക്കണം. പതിയോനി പട്ടിക നീളം വീതി പൊക്കം അതിന്റെയൊക്കെ അളവുകൾ പതിയോനി പട്ടികയിലാണ് കിട്ടുന്നത്. ചുറ്റളവിന്റെ മാത്രമേ ഉള്ളൂ കൈക്കണക്ക് പട്ടിക നോക്കേണ്ടത്. പതിയോനി കണക്ക് അനുബന്ധം, അതായത് 58ാമത്തെ പേജ്, അധ്യായം 8 അനുബന്ധം പതിയോനി കണക്കുകൾ. അതിൽ ആദ്യത്തെ പേജ് നോക്കുക, ധ്വജവും സിംഹവും ഉണ്ട്. ഒരു പേജ് മറിച്ചിപ്പുറത്ത് നോക്കുക, വൃഷഭവും ഗജവും, എല്ലാ യോനിയും ഉണ്ട്.
അപ്പൊ അതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പതിയോനി കണക്ക് തന്നിട്ടുള്ള എല്ലാം കോലങ്കുലമാണ്, അതായത് സെന്റിമീറ്റർ തന്നിട്ടില്ല, കോലങ്കുലമാണ്. അപ്പൊ അതുകൊണ്ട് 1136 സെന്റിമീറ്റർ എത്ര കോൽ എത്ര അങ്കുലം എന്നുള്ള കണ്ടുപിടിക്കണം. അപ്പൊ അത് കണ്ടുപിടിക്കും. 1136 സെന്റിമീറ്റർ കോലങ്കുലമാണ്. സെന്റിമീറ്ററിനെ കോലങ്കുലമാക്കണം. 15 കോൽ 18 അങ്കുലം അല്ല, 15 കോൽ 18.67 അങ്കുലമാണ്. എന്ത് തെറ്റിച്ച് പറഞ്ഞത്? എപ്പോഴും ഞാൻ പറഞ്ഞില്ല, 2 സ്ഥാനം ഇതുവരെ നമുക്ക് നോക്കണം. 18 എത്രയാണെന്നുള്ള 2 സ്ഥാനം കാണണം. 18.67 അങ്കുലം. അപ്പൊ 1136 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 15 കോൽ 18.67 അങ്കുലമാണ്. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം, ഇവിടെ പടിഞ്ഞാറ്റിനെയാണ്. അപ്പൊ ചുറ്റളവ് വൃഷഭമാണ്. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ പതിയോനി പട്ടികയിൽ വൃഷഭയോനി എടുക്കണം. ആദ്യം ധ്വജവും സിംഹവുമാണ്. ഒരു പേജ് മറിക്കുമ്പോൾ വൃഷഭവും ഗജവും കിട്ടും. ആ വൃഷഭയോനിയിൽ ഈ 15 കോൽ 18.67 അങ്കുലത്തിൽ കൂടാതുള്ള അളവ് എടുക്കണം. അതിൽ കൂടാൻ പാടില്ല. അതോ അതിൽ താഴെയുള്ള അളവ് എടുക്കണം. നമുക്ക് കണ്ടുപിടിക്കുക. 15 കോൽ 18 അങ്കുലം. അപ്പം നമ്മളിവിടെ ഒരു ആരോ ഇട്ടിട്ട്, അതായത് ഫ്രം ദ ടേബിൾ 15 കോൽ 18.67 കൂടാതുള്ള വൃഷഭയോനിയിലുള്ള അളവ് 15 കോൽ 18 അങ്കുലമാണ്. അപ്പൊ നമ്മള് നീളവും ചുറ്റളവും വീതിയും വൃഷഭയോനിയിൽ എടുത്തു. 15 കോൽ 18 അങ്കുലം വൃഷഭയോനി രണ്ടും എഴുതിയിട്ടുണ്ട്. അതായത് അപ്പം ഈ കോലങ്കുലത്തിനെ നമ്മൾ സെന്റിമീറ്റർ ആക്കണം. 15 കോൽ 18 അങ്കുലത്തിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 1134 സെന്റിമീറ്റർ കിട്ടും. അപ്പൊ ഇനി അടുത്ത് നമ്മൾ നീളം കണ്ടുപിടിക്കണം. നീളം എങ്ങനെ കണ്ടുപിടിക്കും? വീടിന്റെ നീളം ഇപ്പൊ വീതി കണ്ടുപിടിച്ചു. B = 1137 സെന്റിമീറ്റർ. അത് നമ്മൾ നേരത്തെ ഇതേ കണക്ക് നമ്മൾ നേരത്തെ ചെയ്യുമ്പോൾ പരമാവധി നീളം കിട്ടിയതിനേക്കാൾ കുറവാണെന്ന് ചെക്ക് ചെയ്യണം. ഇത് വൃഷഭമാണ്, വൃഷഭയോനിയാണ്. ഒരു ലെസ് ദാൻ BM, പരമാവധി വീതിയൊക്കെ കുറവാണ്. അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ ഇതേ കണക്കിന് നേരത്തെ പരമാവധി നീളവും വീതി ചെയ്യുമ്പോൾ ഞാൻ ഹോംവർക്ക് കിട്ടാൻ തോന്നുന്നു. അപ്പൊ അതിന് പരമാവധി വീതിയേക്കാൾ കുറവായിരിക്കണം ഈ 1136. ഇപ്പൊ അടുത്തായിട്ട് നീളം കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? വീതി കണ്ടുപിടിച്ചു, ചുറ്റളവ് അറിയാം. കേട്ടില്ല? അതിലൂടെ പറയാം. അതെ, അതായത് നീളവും വീതിയും കൂടെ കൂട്ടി 2 കൊണ്ട് ഗുണിക്കുന്നതാണ് ചുറ്റളവ്. അപ്പൊ ചുറ്റളവിനെ 2 കൊണ്ട് ഭാഗിച്ചിട്ട് വീതി കുറച്ചാൽ നീളം കിട്ടും. അപ്പൊ L സമം, അതായത് നീളം സമം ചുറ്റളവ് 5112 ആണ്. 5112 ഡിവൈഡഡ് ബൈ 2 മൈനസ് വീതി 1134. അപ്പൊ അത്ര കിട്ടും. നോക്കുക നീളം. ആയിരത്തി 422 സെന്റിമീറ്റർ. അതിനെ കോലകുലം ആക്കുക. അപ്പൊ 19 കോൽ 18 അങ്കുലം കിട്ടും. അത് വൃഷഭയോനിയിലാണോ നോക്കണം. നമ്മൾ വൃഷഭയോനി എടുത്തിട്ട് ഈ 19 കോൽ 18 അങ്കുലം എന്നുള്ളത് വൃഷഭയോനിയിലുണ്ടോ എന്ന് നോക്കണം. വൃഷഭയോനിയിലുണ്ട്. അപ്പം അത് വൃഷഭയോനിയാണ്. അത് ലെസ് ദാൻ എല്ലാം പരമാവധി നീളത്തേക്കാൾ കുറവാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്നാലും ഉത്തമമായ നീളം നമുക്ക് എടുക്കാവുള്ളൂ. അപ്പൊ ഇവിടെ ഉത്തമമായ നീളം എന്ന് പറഞ്ഞാൽ 1422 സെന്റിമീറ്റർ 19 കോൽ 18 അങ്കുലം. ഉത്തമമായ വീതി എന്ന് പറഞ്ഞാൽ 1134 സെന്റിമീറ്റർ, അതായത് 15 കോൽ 18 അങ്കുലം. ഉത്തമമായ നീളം സമം 1422 സെന്റിമീറ്റർ. ഉത്തമമായ വീതി സമം 1234 സെന്റിമീറ്റർ. അതായത് നമ്മളിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അത് L/B നീളത്തിനെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ എത്ര കിട്ടും നോക്കണം. അതൊരു ചെക്കിംഗ് ആണ്. നോക്കുക. L/B 1422 1134 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.25 കിട്ടും. ഏറ്റവും ഉത്തമമായ പാദാധികം, ഏറ്റവും ഉത്തമമായ നീളവും വീതിയാണ്. ഇനി ഏരിയ എത്രയാണ്? 1750 സ്ക്വയർ ഫീറ്റ് കൂടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏരിയ എത്ര നോക്കണം ഇതിന്റെ. അതായത്
നീളം ഇൻറ്റു വീതി, നീളവും വീതി സെന്റിമീറ്റർ ആണ്. അപ്പൊ നീളത്തെയും വീതിയെയും നമുക്ക് അടിയാക്കണം, കാരണം സ്ക്വയർ ഫീറ്റ് കാണണമെങ്കിൽ. അപ്പൊ നീളത്തെയും വീതി രണ്ടിനെയും 30.48 സെന്റിമീറ്റർ ആണ് ഒരടി. അപ്പൊ 1422നെയും 1134നെയും അടിയാക്കണം. അപ്പം 1422 ഗുണം 1134 താഴെ ഡിവൈഡഡ് ബൈ താഴെ 30.48 കൊണ്ട് 2 പ്രാവശ്യം ഡിവൈഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഏരിയ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കുക. ഏരിയ ഈക്വൽ ടു 1735.73 കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. സ്ക്വയർ ഫീറ്റ് അപ്പൊ അതായത് 1750 കുറവാണ്, 1750 കൂടാൻ പാടില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതാണ്ട് അതിന് അടുത്ത് വന്നിട്ടുണ്ട്, 1735 വരെ വന്നിട്ടുണ്ട് സ്ക്വയർ ഫീറ്റ്. ഇനി അതുപോലെ നീളം വീതി ചുറ്റളവ് എല്ലാം ഒരേ യോനിയാണ്. നമുക്ക് ചുറ്റളവ് വൃഷഭയോനിയാണ്, നീളം നമുക്ക് വൃഷഭയോനി കിട്ടി, വീതിയും വൃഷഭയോനി കിട്ടി. അപ്പൊ L, B ആൻഡ് P ഇത് മൂന്നും വൃഷഭയോനിയാണ്. അപ്പോൾ ഏറ്റവും ഇങ്ങനെയുള്ള അളവുകളുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നുണ്ട്. നീളം വീതി ചുറ്റളവ് എല്ലാം ഒരേ യോനിയിലായിരിക്കുക. അപ്പൊ ഇവിടെ അതെല്ലാം ഉണ്ട്. എല്ലാം നീളത്തെ വീതി കൊണ്ട് ഭാഗിക്കുമ്പോൾ 1.25 പാദാധികം കിട്ടുന്നു. വിസ്തീർണം അവർക്ക് താല്പര്യമായ വീട് വയ്ക്കുന്ന ആൾക്ക് 1750 കൂടരുതെന്ന് പറഞ്ഞു, അത് കൂടിയിട്ടുമില്ല. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു 2 ഹോംവർക്ക് തരാം, അവിടെ നിന്ന് എഴുതിക്കൊള്ളുക, എന്നിട്ട് ക്ലാസ് നിർത്തുകയാണ്. സാറേ ഇങ്ങനെ ചെയ്യുമ്പം ഈ എല്ല് പിന്നെ ഇതിനേക്കാളും കൂടി വന്നു കഴിഞ്ഞാൽ സാറേ ഈ ഉത്തമമായ അത് നമുക്ക് ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട അഡ്വാൻസ് കോഴ്സ് ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും കൂടുതൽ. ഇപ്പൊ നമുക്ക് ഈ സിമ്പിൾ ആയിട്ടുള്ള പഠിക്കാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയില് ഇങ്ങനെ കൂടി വരുന്നതിന് എന്ത് ചെയ്യാന്നുള്ളത് നമ്മൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ തിയറി കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഇത് ചെയ്യാനായിട്ട് തറവാക്കുക. ക്വസ്റ്റ്യൻ എടുത്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇത് വീട്ടിൽ പോയി ചെയ്യണം. 3414 സെന്റിമീറ്റർ നീളവും 3414 സെന്റിമീറ്റർ നീളവും 2838 സെന്റിമീറ്റർ വീതിയും ഉള്ള 3414 സെന്റിമീറ്റർ നീളവും 2838 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തുമണ്ഡലത്തിൽ ഉദ്ദേശം 2000 സ്ക്വയർ ഫീറ്റ്, ഉദ്ദേശം 2000 ചതുരശ്ര അടി വിസ്തീർണമുള്ള സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഒറ്റനില കെട്ടിടം, ഉദ്ദേശം 2000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഒരു ഒറ്റനില കെട്ടിടം തെക്കിനിയായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ നീളവും വീതിയും കാണുക. ഇത് നാളെ ചെയ്തുകൊണ്ടുവരിക, അല്ല അടുത്ത ക്ലാസ്സിൽ ചെയ്തുകൊണ്ടുവരിക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് പഠിച്ചതിലോ അല്ലെങ്കിൽ ടോട്ടലായിട്ടുള്ള സംശയങ്ങളോ എന്തെങ്കിലും ചോദിക്കാം. സംശയമൊന്നുമില്ല സാർ? ഒരു സംശയം സാർ, തൊട്ട് മുന്നേ നമ്മൾ ഉത്തമമായ നീളം 1422 വീതി 1134 കണ്ടായിരുന്നു. അപ്പൊ അത് 1.2 അനുപാതത്തിലാണ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഏരിയ വന്നിട്ട് 1725. അതെ 1.25. അപ്പൊ ഏരിയ 1735.73. അതെങ്ങനെയായിരുന്നു സാറേ കണ്ടുപിടിച്ചേ? നീളവും വീതിയും കൂടെ ഗുണിക്കുക. ഗുണിക്കുമ്പം നമുക്ക് നീളത്തെയും അടിയാക്കണം, വീതി അടിയാക്കണം. അപ്പൊ നീളവും വീതിയും കൂടെ ഗുണിച്ചിട്ട് 2 പ്രാവശ്യം 30.48 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 30.48 സെന്റിമീറ്റർ ആണ് ഒരടി. നീളവും സെന്റിമീറ്റർ ആണ്, വീതിയും സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 പ്രാവശ്യം നമ്മൾ 30.48 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമുക്ക് ഏരിയ കിട്ടും. വേറെ എന്തെങ്കിലും സംശയമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കേട്ടില്ല.
ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാതിരി അതാണോ ചോദിച്ചേ? അത് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലാലുണ്ടോ? ലാൽ ഉണ്ടോ? ഇവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ടോ? അപ്പം അത് ലാലിനെ കോണ്ടാക്ട് ചെയ്താൽ മതി, അത് അയച്ചു തരും. ഗ്രൂപ്പ് അപ്പം പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ വേറെ എന്തെങ്കിലും സംശയം? വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ, എന്റെ പേര് മോഹൻ. ഈ പ്രസ്ഥാനം നമ്മൾ ഇതിന്റെ പറഞ്ഞല്ലോ, വാസ്തു ഹെലിക്സിന്റെ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാനല്ലോ സാറേ. ഹെലിക്സ് ഒക്കെ ഞാൻ ഈ ടെക്സ്റ്റ് ബുക്ക് കുറച്ച് മുമ്പ് എഴുതിയാണ്. ഇപ്പൊ ഇതിപ്പോ ഒരു 2-3 വർഷമേ ആയുള്ളൂ. അതിന് മുമ്പ് എഴുതിയാണെന്നുകൊണ്ട് ഇനി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. വാസ്തു ഹെലിക്സ് ഇതിനകത്ത് വന്നിട്ടില്ല. ടെക്സ്റ്റ് ബുക്കിലെ കണ്ടില്ല, അത് ചോദിക്കാം. ഹെലിക്സ് മാത്രമല്ല, വേറെ ഒന്നും ഐറ്റം ഇല്ലാത്തതുണ്ട്. കുറെ എണ്ണം മിസ്സിംഗ് ഉണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല. ചില ഇല്ലാത്തതുണ്ട്. അപ്പൊ വാസ്തു ഹെലിക്സ് ഒക്കെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൂടെ അറിഞ്ഞിരിക്കണം. വാസ്തു ഹെലിക്സ് വളരെ പവർഫുൾ ആണ്. ശരി സാർ. പിന്നെ മറ്റെന്തെങ്കിലും സംശയം? ഇല്ല, താങ്ക് യു. അല്ല, വേറെ ആർക്കെങ്കിലും? ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമ്മള് അപ്പം പിന്നെ പരമാവധി നീളവും പരമാവധി വീതിയും ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും നമ്മൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അടുത്തതില് സ്ഥാനം കാണുക. അതുപോലെ തന്നെ പിന്നെ വാതിലിന്റെയും ജനലിന്റെയും അളവുകൾ അത് റിവൈസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും, ഇല്ലെങ്കിൽ അടുത്ത ക്ലാസ് കൊണ്ട് നമുക്ക് റിവിഷനും കഴിയും. നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ അതും നമുക്ക് കഴിയും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓഫ് ചെയ്യാണ്.